വെക്ടറും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതിൽ ഒരു ടൈപ്സ് എന്ന് പറയാൻ ടൈഫസ് ഗ്രൂപ്പ് ഉണ്ട്, സ്പോട്ടഡ് ഫീവർ ഗ്രൂപ്പ് ഉണ്ട്, ഓറിയന്റിയ ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് അതർ ഫീവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ടൈഫസിൽ വരുന്നത് എപ്പിഡാമിക് ടൈഫസ് ആണ്. എപ്പിഡാമിക് ടൈഫസ് ഈസ് കോസ്ഡ് ബൈ റിക്കറ്റ്സിയ പ്രൊവോസക്കി ആണ്. റിക്കറ്റ്സിയ പ്രൊവോസക്കിയുടെ വെക്ടർ എന്ന് പറയുന്നത് ലവ്സ് ആണ്. ഹ്യൂമൺ ആണ് ഇതിൽ റിസർവോയർ വരുന്നത്. ആക്ച്വലി ഹ്യൂമൺ റിസർവോയർ വരുന്നത് രണ്ട് റിക്കറ്റ്സിയൽ ഡിസീസസ് മാത്രമേ ഉള്ളൂ. ഒന്ന് എപ്പിഡാമിക് ടൈഫസും പിന്നെ വരുന്നത് ട്രഞ്ച് ഫീവറും ആണ്. ഓക്കെ, ഇതിൽ രണ്ടിലാണ് ഹ്യൂമൻ ഹോസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ റിസർവോയർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മ്യൂറിൻ ടൈഫ ആണ്. മ്യൂറിൻ ടൈഫ റിക്കറ്റ്സിയ ടൈഫയാണ് കോസ് ചെയ്യുന്നത്. ഫ്ലീ ആണ് അതിന്റെ വെക്ടർ. ഹോസ്റ്റ് എന്ന് പറയാൻ റോഡന്റ് ആണ്. ഈ മ്യൂറിൻ ടൈഫസിന് വേറൊരു പേരും കൂടിയുണ്ട് കേട്ടോ, എൻഡമിക് ടൈഫസ് എന്നാണ് അതിന് പറയാം. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മ്യൂറിൻ ടൈഫസ് ആണ്. മ്യൂറിൻ ടൈഫസ് അല്ലെങ്കിൽ എൻഡമിക് ടൈഫസ്. ഓക്കെ, എൻഡമിക്കും എപ്പിഡമിക്കും മാറിപ്പോരുത്. എൻഡമിക് ടൈഫസ് ആണ്. അതില് മോസ്റ്റ് കോമൺ ആയിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്നത് മ്യൂറിൻ ടൈഫസ് അല്ലെങ്കിൽ എൻഡമിക് ടൈഫസ് ആണ്. അതിന്റെ ആർത്രോപോഡ് വെക്ടർ എന്ന് പറയുന്നത് ഫ്ലീ ആണ്. ഫ്ലീ ബോൺ ആയിട്ടുള്ള ഏക ഒറ്റൊരു റിക്കറ്റ്സിയ എന്ന് പറയുന്നത് റിക്കറ്റ്സിയ ടൈഫി കോസ് ചെയ്യുന്ന എൻഡമിക് ടൈഫസ് അല്ലെങ്കിൽ മ്യൂറിൻ ടൈഫസ് ആണ്. അതിന് രണ്ട് പ്രത്യേകതയുണ്ട്. മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ ആണ്. ഓൺലി ഫ്ലീ ബോൺ ആയിട്ട് വരുന്നത്, ഫ്ലീ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏക റിക്കറ്റ്സിയൽ ഡിസീസ് എൻഡമിക് ടൈഫസ്. ഇറ്റ്സ് കോസ്ഡ് ബൈ റിക്കറ്റ്സിയ ടൈഫി. ഓക്കെ, പിന്നെയുള്ളത് സ്പോട്ടഡ് ഫീവേഴ്സ് ആണ്. സ്പോട്ടഡ് ഫീവേഴ്സ് എന്ന് പറയുമ്പോൾ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ ഇറ്റ്സ് കോസ്ഡ് ബൈ റിക്കറ്റ്സിയ ആണ്. ഇതിന്റെ ആർത്രോപോഡ് വെക്ടർ ടിക്ക് ആണ്. പിന്നെ റിസർവോയർ അല്ലെങ്കിൽ ഹോസ്റ്റ് വന്നത് ഡോഗ് ആണ്. പിന്നെ വരുന്നത് റിക്കറ്റ്സിയൽ പോക്സ് ആണ്. റിക്കറ്റ്സിയൽ പോക്സ് എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ് അക്കാരി ആണ്. അന്നത്ര ഇമ്പോർട്ടന്റ് അല്ല. മൈറ്റ് ആണ് വെക്ടർ, മൈസ് ആണ് അതിന്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ ഓറിയന്റൽ ഗ്രൂപ്പ് ആണ്. ഓറിയന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് ടൈഫസ് ആണ്. ടുസു ഗാമുഷിയാണ് അതിനെ കോസ് ചെയ്യുന്നത്. മൈറ്റ് ആണ് എന്റെ വെക്ടർ, റോഡന്റ് ആണ്. ഞാൻ വായിച്ചു വിടുകയാണ്. ആക്ച്വലി ഈ ഓറിയന്റൽ ഗ്രൂപ്പിൽ വരുന്ന സ്ക്രബ് ടൈഫസ് ആണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ ഇന്ത്യയിൽ കാണുന്നത്. ഫസ്റ്റ് വരുന്നത് എൻഡമിക് ആണ്. സെക്കൻഡ് വരുന്നത് സ്ക്രബ് ടൈഫസ് ആണ്. നെക്സ്റ്റ് വരുന്നത് അതർ റിക്കറ്റ്സിയൽ ഡിസീസസ് ക്യൂ ഫീവർ ആണ്. ക്യൂ ഫീവർ ബ്രൂണറ്റെ ആണ് അത് കോസ് ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് ആർത്രോപോഡി വെക്ടർ ഇല്ല കേട്ടോ, നില്ലാണ്. തേർഡ് മോസ്റ്റ് കോമൺ ആണ് ഇന്ത്യയിൽ കാണുന്നത് ക്യൂ ഫീവർ. ഓൺലി വെക്ടർ ബോൺ ആണ്. ഇതിൽ ഷീപ്പും കാറ്റലും ഗോട്ടൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ട്രഞ്ച് ഫീവർ ആണ്. ട്രഞ്ച് ഫീവറും പിന്നെ എപ്പിഡമിക് ടൈഫസും, അതായത് റിക്കറ്റ്സിയ പ്രൊവോസക്കി ഉണ്ടാക്കുന്ന എപ്പിഡമിക് ടൈഫസും ആണ് ആക്ച്വലി ഹ്യൂമൻ റിസർവോയർ അല്ലെങ്കിൽ ഹ്യൂമൻ ഹോസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മോസ്റ്റ് കോമൺ ഇന്ത്യയിൽ ഏതാണെന്ന് ആലോചിക്കുക. ഫ്ലീ ബോണും അത് സെയിം ആണ്. പിന്നെ കോസ് ചെയ്യുന്ന കോസറ്റീവ് ഓർഗാനിസം അതിന്റെ ഡിസീസിന്റെ പേരുമാണ് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. അത് പഠിക്കുക കേട്ടോ. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് നമ്മൾ സ്ക്രബ് ടൈഫസിൽ വീൽസ് ഫെലിക്സ് റിയാക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ക്രബ് ടൈഫസിൽ വീൽസ് ഫെലിക്സ് റിയാക്ഷൻ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പോയിന്റും കൂടി ഇതിന്റെ കൂടെ ഓർത്ത് വയ്ക്കുക. ഇത്രയുള്ള റിക്കറ്റ്സിയ. അടുത്ത മലേറിയ ആണ്. മലേറിയ നമുക്കറിയാം പ്രൊട്ടോസോവൽ ഡിസീസസ് ആണ്. പ്ലാസ്മോഡിയം ജീനസ് ആണ്. ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാര ആണ്. ആക്ച്വലി പ്ലാസ്മോഡിയം ഓവൽ ഇന്ത്യയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പൊ മലേറിയ പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. പ്ലാസ്മോഡിയം ജീനസ് ആണ്. മോസ്റ്റ് കോമൺ ഇന്ത്യയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാര ആണ്. ഓവയിൽ പൊതുവെ ഇന്ത്യയിൽ കണ്ടുവരുന്നില്ല. പിന്നെ അനാഫിലോസ് മോസ്കിറ്റോ എന്ന മാനിലേക്കാണ് ഇതിന്റെ കോസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് മലേറിയയിൽ. ദെൻ ചില കണ്ടീഷൻസിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പ്രിവെന്റീവ് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മലേറിയ കുറച്ച് അസുഖങ്ങൾ ഉള്ളവർക്ക് റെസിസ്റ്റന്റ് ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിക്കിൾ സെൽ ട്രേറ്റ്, G6PD ഡെഫിഷ്യൻസി, തലസീമിയ. പിന്നെ ഡെഫിൻ നെഗറ്റീവ് ഉള്ളവർക്ക് വൈവെക്സ് വരില്ല.
പിന്നെ 2 ഡേയ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഏപ്രിൽ 25 വേൾഡ് മലേറിയ ഡേ ആണ്. മലേറിയ മന്ത് എന്ന് പറയുന്നത് ജൂൺ ആണ്. ഓക്കെ, വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 25 ഏപ്രിലും ജൂണും രണ്ട് മാസങ്ങൾ. ഏപ്രിൽ 25 വേൾഡ് മലേറിയ ഡേയും മലേറിയ മന്ത് എന്ന് പറയുന്നത് ജൂണും ആണ്. പിന്നെ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ആണ് FXOM എന്ന് ആലോചിച്ച് വെക്കുക. ഇൻക്യുബേഷൻ പീരീഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈവാക്സ് ആണ് കേട്ടോ. വൈവാക്സിന്റെ എക്സ് ആണ് നമ്മൾ എഫിന്റെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഫാൽസിപ്പാര ആണ്, അതിന് 12 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. വൈവാക്സിന് 14 ഡേയ്സ് ആണ്, ഓവയിലിന് 16 ഡേയ്സ് ആണ്, പിന്നെ മലേറിയക്ക് 28 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. പിന്നെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മിയർ ആണ്. അതിൽ തിക്കായിട്ടുള്ള സ്മിയറിൽ നമുക്ക് പാരസൈറ്റും തിൻ സ്മിയറിൽ നമുക്ക് അതിന്റെ സ്പീഷീസും ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ബ്ലഡ് സ്മിയറിൽ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് മലേറിയയുടെ ഡയഗ്നോസിസിൻ്റെത്. പാരസൈറ്റ് തിക്കും തിന്നാകുമ്പോഴത്തേക്ക് സ്പീഷീസും ആണ് നമുക്ക് അതിനെ കണ്ടെത്താൻ പറ്റുക. ഓക്കെ, പിന്നെ മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും അതിന്റെ ഇയറും ഓർത്ത് വയ്ക്കുക. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, അതാണ് NVBDCP എന്ന് പറയുന്നത്, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1953 ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലേറിയ മാത്രമല്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, മോസ്കിറ്റോ ബോൺ ഡിസീസസ് പ്ലസ് കാലാസർ കോസ് ചെയ്യുന്ന സാൻഡ് ഫ്ലൈ ആണ്. അപ്പം ഡിസീസസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ മലേറിയ ഉണ്ട്, ഡെങ്കു ഉണ്ട്, ഫൈലേരിയ ഉണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ട്, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഉണ്ട്. ഇത്രയും അസുഖങ്ങൾ കോസ് ചെയ്യുന്നത് മോസ്കിറ്റോ ബോൺ ആണ്. കാലാസാർ സാൻഡ് ഫ്ലൈ ആണ്. അപ്പൊ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലേറിയ മാത്രമല്ല ബാക്കി ഡിസീസുകളും ഉണ്ട്. 1953 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആണ്, അത് 1958 ഓക്കെ, 1958 നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം വരുന്നത്. പിന്നെ റോൾ ബാക്ക് മലേറിയ 1998, റോൾ ബാക്ക് മലേറിയ 1998. ഇനി കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൽ ഉള്ളതാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ്. അതിലാണ് ഇത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഞാൻ സ്ലൈഡിൽ എഴുതിയ കാര്യങ്ങളാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അല്ലാതെ അതിന്റെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു വൺ ഓഫ് ദ എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് മലേറിയ നോക്കാനുള്ളത്. ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് കൺഫേംഡ് കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അണ്ടർ സർവേ. എത്ര പോപ്പുലേഷൻ സർവേ ചെയ്യുന്നുണ്ട്, അതിൽ എത്ര കേസസുകൾ കൺഫേം ആയിട്ടുണ്ട് എന്ന് ഉള്ളതിനനുസരിച്ചാണ് ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ്, അതായത് കേസുകൾ, ന്യൂ കേസുകൾ, ഇൻസിഡൻസ് നമുക്ക് ഒരു എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ കേസ് ഓഫ് മലേറിയ 10,000 ആണ് കേട്ടോ വരുന്നത്. അടുത്തത് ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് ആണ്. ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ് എക്സാമിൻഡ് പോപ്പുലേഷൻ അണ്ടർ സർവേ ആണ് വരുന്നത്. ബ്ലഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് സ്ലൈഡ് ആണ് എക്സാമിൻ ചെയ്യുന്നത്. അടുത്തത് സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ് പോസിറ്റീവ്, ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ് എക്സാമിൻഡ് ആണ് അതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ് നമുക്ക് ഒരു ഔട്ട് ബ്രേക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് ആണ്. ഈ ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് അതാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഫോർ റീസെന്റ് മലേറിയ. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന റീസെന്റ് മലേറിയയുടെ ട്രാൻസ്മിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ്. അത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇൻഫന്റ് വിത്ത് പാരസിറ്റീമിയ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഇൻ ദാറ്റ് ഏരിയ. അത് പാരസിറ്റീമിയുള്ള ഇൻഫന്റ്സും ആ ഏരിയയിൽ എത്ര ഇൻഫന്റ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് നോക്കുന്നത്. ഓക്കെ, അത് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് റീസെന്റ് മലേറിയ ട്രാൻസ്മിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ്. അടുത്തത് ചൈൽഡ് സ്പ്ലീൻ റേറ്റ് ആണ്. അത് എൻഡമിസിറ്റി, അതായത് മലേറിയ എത്രത്തോളം എൻഡമിക് ആയിട്ട് ആ ഏരിയയിൽ ഉണ്ട്, ഒരു ഗ്ലോബൽ സർവേയും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മൾ ഈ റേറ്റ്
കമ്പയർ ചെയ്യാനാണ് ഈ റേറ്റ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ട് ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 തൊട്ട് 10 വയസ്സുള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ചൈൽഡ് സ്പ്ലീൻ റേറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ വിത്ത് ഹൈപ്പർ സ്പ്ലീനിസം ഡിവൈഡ് ബൈ ടോട്ടൽ ചിൽഡ്രൻ ഇൻ ദാറ്റ് ഏരിയ. അപ്പം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ ഫസ്റ്റ് ഓർക്കേണ്ടത് ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് ആനുവൽ ആണ്. അതിൽ കൺഫേംഡ് കേസസ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ പോപ്പുലേഷൻ എത്ര പോപ്പുലേഷൻ നമ്മൾ സർവേ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്ലൈഡ്സ്, നമ്പർ ഓഫ് സ്ലൈഡ്സ് നമ്മൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സ്ലൈഡ് പോസിറ്റിവിറ്റി എന്താ, എത്ര സ്ലൈഡ് പോസിറ്റീവായി വന്നിട്ടുണ്ട്, നമ്മൾ എത്ര സ്ലൈഡുകൾ പരിശോധിച്ചതിൽ. പിന്നെ ഇൻഫന്റ് പാരസിറ്റ്സ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റീസെന്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ, മലേറിയൽ ട്രാൻസ്മിഷൻ നോക്കാനുള്ള സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ്. ചൈൽഡ് സ്പ്ലീൻ റേറ്റ് എന്ന് പറയുന്നത് 2 തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര പേർക്ക് ഹൈപ്പർ സ്പ്ലീനിസം ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദാറ്റ് ഏരിയ. ഇത്രയാണ് മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൽ ഇൻഫന്റ് പാരസൈറ്റ് റേറ്റും ചൈൽഡ് സ്പ്ലീൻ റേറ്റും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസും ആണ് മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത്. പിന്നെ മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. ഓക്കെ, അടുത്തത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണ്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഫ്ലെവി വൈറസ് ആണ്. ഫ്ലെവിവിറിഡെ ഗ്രൂപ്പ് ബി ആർബോ വൈറസ് ആണ്. മാൻ ഇതിൽ ആക്ച്വലി ഇൻസിഡന്റ് ഹോസ്റ്റ് മാത്രമാണ്. ഓക്കെ, മാൻ ഇൻ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഇൻസിഡന്റ് ഹോസ്റ്റ് ആണ്, ഡെഡ് ആൻഡ് ഇൻഫെക്ഷനും ആണ്. ഓക്കെ, പിഗ് ആണ് ഇതിൽ ആംപ്ലിഫൈൻ ഹോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിഗ് എന്താണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ചോദിച്ചിട്ട് ആംപ്ലിഫൈൻ ഹോസ്റ്റ് ആണ്. പിന്നെ വാക്സിൻ സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് 1414-2 സ്ട്രെയിൻ ആണ് വാക്സിൻ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ജപ്പാനീസ് എൻസെഫലൈറ്റിസിന്. ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് IgM എലൈസിയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യൂലെക്സ് മോസ്കിറ്റോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ മോർ ദാൻ 10 കിലോമീറ്റേഴ്സ് ഒക്കെ അതിന് പറക്കാൻ പറ്റും കേട്ടോ. ഫ്ലൈങ് ദൂരം ഉദ്ദേശിക്കുന്നത് 10 കിലോമീറ്റേഴ്സിന് കൂടുതൽ അവർക്ക് പറന്നെത്താൻ പറ്റും. ക്യൂലെക്സിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഡെങ്കു ആണ്. ഡെങ്കു കുറച്ചും കൂടി പരിചയമായിരിക്കും എല്ലാവർക്കും. ഏഡിസ് എജിപ്റ്റാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 4 സീറോ ടൈപ്പ് ഉണ്ട് ഡെങ്കുവിന്. 1, 2, 3, 4. അത് 1 വന്നവർക്ക് 2, 3, 4 ഒക്കെ വരാം. ഇന്ത്യയിൽ പൊതുവെ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫീവറിന്റെ പ്രത്യേകത സാഡിൽ ബാക്ക് ഫീവർ എന്നാ പറയുന്നത്. സാഡിൽ ബാക്ക് ഫീവർ, അതായത് പീക്ക് ഉണ്ടാവും, ഡിഫറെന്റ് പീക്സ് ഉണ്ടാവും അതിന്. ഓക്കെ, 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് 5-6 ദിവസം ഉണ്ടാവും. ഒരു 7 to 10 days എത്തുമ്പോഴത്തേക്ക് അത് റിക്കവർ ആവും. കോംപ്ലിക്കേഷൻ ആയിട്ടില്ലെങ്കിൽ റിക്കവർ ആവും. സാഡിൽ ബാക്ക് ഫീവർ ഡെങ്കുവിന്റെ കൂടെയാണെന്നുള്ള ആലോചിക്കുക. പിന്നെ നമുക്ക് ഡയഗ്നോസിസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. NS1 ആന്റിജൻ ആണ് ഫസ്റ്റ് 5 days നമ്മൾ കൊടുക്കുക. പിന്നെ IgM LIC ആണ് ഡയഗ്നോസിസിന്, അതായത് 5 ദിവസത്തിന് ശേഷം ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. മോർ ദാൻ 5 days ആണെങ്കിൽ IgM LIC ആണ് നമ്മൾ നോക്കുക. ഓക്കെ, അടുത്തത് ബ്രൂട്ടോ ഇൻഡെക്സ് ആണ്. IgMന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ജസ്റ്റ് പറയാം. അത് IgM പോസിറ്റീവ് ആണെങ്കിൽ IgM പോസിറ്റീവും IgG നെഗറ്റീവും ആണെങ്കിൽ പ്രൈമറി ഡെങ്കു ഫീവർ ആയിരിക്കും. പിന്നെ IgM പോസിറ്റീവും IgG രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഒന്നിക്കൽ റീസെന്റ് ഓൺഗോയിങ് പ്രൈമറി ഡെങ്കു ഫീവർ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി ഡെങ്കു ഇൻഫെക്ഷൻ അല്ലെ റീഇൻഫെക്ഷൻ ആയിരിക്കാം. ഓക്കെ, അത്രയും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അടുത്തത് ബ്രൂട്ടോ ഇൻഡെക്സ് ആണ്. മോസ്റ്റ് സെൻസിറ്റീവ് ക്രൈറ്റീരിയ ആണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഡെങ്കുവിന്റെ എൻഡമിസിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്രൈറ്റീരിയ നോക്കുന്നത്. അത് എന്തൊക്കെയാ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് പോസിറ്റീവ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഹൗസസ് ചെക്ക്ഡ് ആണ്. ആ ഇൻഡെക്സ് ഡെങ്കു ആയിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബ്രൂട്ടോ ഇൻഡെക്സ് റിലേറ്റഡ് ടു ഡെങ്കു ഫീവർ. അത് എൻഡമിസിറ്റി ഓഫ് ദ ഡെങ്കു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് സെൻസിറ്റീവ് ക്രൈറ്റീരിയ. പിന്നെ ഡെങ്കു ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ PM കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിംഫാറ്റിക് ഫൈലേരിയാസിസ് ആണ്. പോസിറ്റീവ് ഓർഗാനിസം വിച്ചിനേറിയ ബാങ്ക്രോപ്റ്റി ആണ്. ആക്ച്വലി ബാങ്ക്രോപ്റ്റി ഉണ്ട്, ബ്രൂഗിയ മലയോ ഉണ്ട്. അതിൽ ബാങ്ക്രോഫിൻ ഫൈലേരിയാസിസ് ആണ് 90% ആയിട്ട് കാണുന്നത്.
ഇന്ത്യയിൽ 90% പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് ബാങ്ക്രോപ്റ്റിൻ ഫൈലേരിയാസിസ് ആണ്. ഓക്കെ, ഹോസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി ഹോസ്റ്റ് മാൻ ആണ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് മോസ്കിറ്റോ വരുന്നത്. പിന്നെ ഇതിന് പൊതുവെ ഒരു നൊക്ടേണൽ പീരിയോഡിസിറ്റി ആയിരിക്കും. വെക്ടർ ക്യൂലെക്സ് ഉണ്ട്, മൺസോണിയോ ഗ്രൂപ്പ് രണ്ടും വെക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ക്യൂലെക്സിന്റെ പ്രത്യേകത അറിയണ്ടെന്ന് വിചാരിക്കുന്ന പോലെ ഡേർട്ടി ആൻഡ് പൊല്യൂട്ടഡ് വാട്ടറിലൊക്കെയാണ് അത് എഗ് ലേ ചെയ്യുന്നത്. മൺസോണിയോ പൊതുവെ പോണ്ട്, ലേക്ക്, അങ്ങനെ ലാർജ് വാട്ടർ ബോഡീസിലാണ് മൺസോണിയോ പൊതുവെ എഗ്ഗും കാര്യങ്ങളൊക്കെ ലേ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സാമിനേഷൻ തിക് പെരിഫറൽ സ്മിയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സർവേ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ 10 PM to 2 PM ആണ്. ഇതിന് കാരണം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് നൊക്ടേണൽ പീരിയോഡിസിറ്റി ആണ്. ഓക്കെ, ബ്ലഡ് കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 10 PM to 2 AM ഇടയിലാണ് ചെയ്യേണ്ടത്. തിക് പെരിഫറൽ സ്മിയർ ബ്ലഡിന്റെ ആണെങ്കിലും വേറെ കുറച്ച് അതർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം, ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെംബ്രെയിൻ ഫിൽട്ടർ കോൺസെൻട്രേഷൻ മെത്തേഡ് ഉണ്ട്, അത് മോസ്റ്റ് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ DEC പ്രൊവോക്കേഷൻ മെത്തേഡ് ഉണ്ട്, ഹൈ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ സിറോളജിക്കൽ എക്സാമിനേഷൻസും ഉണ്ട്. പിന്നെ ഇതിന്റെ കീമോതെറാപ്പിയും കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റ്മെന്റ് മോഡായിട്ട് പറയുന്നത്. പിന്നെ മൈക്രോഫൈലേറിയ റേറ്റ് ഉണ്ട്. മൈക്രോഫൈലേറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺ ഷോയിങ് മൈക്രോഫൈലേറിയൻ പെരിഫറൽ ബ്ലഡ്. ഇത് മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ് ലിംഫാറ്റിക് ഫൈലേറിയസിന്റെ കാര്യത്തിൽ മൈക്രോഫൈലേറിയ റേറ്റ്. ഓക്കെ, മൈക്രോഫൈലേറിയ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ percentage of persons showing microfilariae in peripheral blood. It is the most sensitive indicator in case of lymphatic filariasis. ഇത്രയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ മെയിൻ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ വേറെ ലെപ്രസി റിലേറ്റഡ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് ഞാൻ പറയാം. അതായത് 1983 നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഓക്കെ, 1983 ആണ്. 1983 നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ലെപ്രസി ഡേ എന്ന് പറയുന്നത് January 30th ആണ്. ഓക്കെ, വേൾഡ് ലെപ്രസി ഡേ എന്ന് പറയുന്നത് January 30th ആണ്. 1983 നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം വന്നിരിക്കുന്നത്. പിന്നെ റെഡ്ലി ജോപ്ലിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ ലെപ്രസിയുടെ പ്രോഗ്നോസ്റ്റിക് വാല്യൂ നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, റെഡ്ലിൻ ജോപ്ലിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്ന ഒരു പോയിന്റ് ലെപ്രസി റിലേറ്റഡ് അല്ല, നിപ്പയാണ്. നിപ്പ പാരാമിക്സിവരുടെ ഫാമിലിയാണ്. ഫ്രൂട്ട് ബാറ്റ് ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. റിസർവോയർ ഫ്രൂട്ട് ബാറ്റ് ആണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പിഗ് വഴിയും ബാറ്റിന്റെ വൈറ്റ് വഴിയും പിന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൺ നിന്നാണ് ട്രാൻസ്മിഷൻ ഉണ്ടാവുക. ഇതിൽ പിഗ് ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് പിന്നെ വേറെ പറഞ്ഞത് പിഗ് നിപ്പയില് ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആണ്. ഒന്നും കൂടി പറയാണ്, പിഗ് നിപ്പ ഇൻഫെക്ഷനിൽ ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് സിവിയർ കേസസിൽ എൻസെഫലൈറ്റിസും acute respiratory distress syndrome കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഡെത്തും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഫസ്റ്റ് വരുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ ഞാൻ പോയിട്ടില്ല. ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ ഓഫ് ഹാഫ് എന്നുള്ളൊരു ഇത് ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഒരു ഓവറോൾ ആയിട്ട് കുറെ പേർക്ക് എന്തുണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അതിൽ 50% മാത്രമേ സിംറ്റമാറ്റിക് ഉണ്ടാവും ചെയ്യും, അവരെ മാത്രമേ ഡയഗ്നോസിസും ആവും. ഈ ഡയഗ്നോസിസ് ചെയ്തവരിൽ തന്നെ ഓൺലി 50% മാത്രമേ ട്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ ട്രീറ്റ് ചെയ്യപ്പെട്ടവരിൽ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു 50% മാത്രമേ ഉണ്ടാവുന്നുള്ളൂ.
അതുകൊണ്ടാണ് ഇതിനെ റൂൾ ഓഫ് ഹാഫ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹൈപ്പർ ടെൻഷന്റെ സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പി ഒക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. 120യും 80 ആണ്. അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഒരുപാട്. ഇതിന്റെ നമ്മളിപ്പോ ഒരു ഹൈപ്പർ ടെൻഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഫിസിക്കൽ എക്സസൈസും ഹെൽത്തി ഡയറ്റ് ഒക്കെയാണ് വരിക. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഏർലി ഡയഗ്നോസിസും അതിന്റെ ട്രീറ്റ്മെന്റും ആണ്. ഇത്രയും കാര്യങ്ങളാണ് PSM റിലേറ്റഡ് ആയിട്ട് ഹൈപ്പർ ടെൻഷനിൽ ആലോചിച്ച് വെച്ചിരിക്കേണ്ടത്. അടുത്ത് വരുന്നത് ഒബേസിറ്റി ആണ്. ഒബേസിറ്റിയിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ BMI, ക്യൂട്ട്ലെറ്റ് ഇൻഡെക്സ് എന്ന് പറയട്ടോ അതിന്. അത് നമ്മൾ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടാണ് നോക്കുക. അതായത് വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. വെയിറ്റ് കിലോഗ്രാമിലാണ് കേട്ടോ. വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതെല്ലാവർക്കും അറിയണ്ടെന്ന് വിചാരിക്കണോ. BMI വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. വെയിറ്റ് കിലോഗ്രാമിലാണ് പറയുന്നത്, KGയിലാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓവർ വെയിറ്റും ഒബേസിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് BMI പൊതുവെ യൂസ് ചെയ്യുന്നത്. BMI എല്ലാവർക്കും പരിചിതമായിരിക്കും. അതിന്റെ വേറൊരു പേര് ക്യൂട്ട്ലെറ്റ് ഇൻഡെക്സ് എന്നുള്ളത് എല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ വെയിറ്റിന്റെ WHO വെയിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് 18.5 ബിലോ ആയാലാണ് BMI. പിന്നെ നിങ്ങൾ ഒബേസിറ്റി ഏത് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. മോർ ദാൻ 30 ആണ്. ഓവർ വെയിറ്റ് 25 തൊട്ടിട്ട് 29.9 വരെ ഓവർ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ മോർബിഡ് ഒബേസിറ്റി എന്തിനെ വിളിക്കുക വെച്ചാൽ മോർ ദാൻ 14 ആണ് മോർബിഡ് ഒബേസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഒബേസ് എന്നുള്ള എത്രയാണെന്നും മോർബിഡ് ഒബേസിറ്റി ഏതിലെയാ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇതിലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓവർ വെയിറ്റ് ഇതുവരെയാണ്, ഒബേസിറ്റി എപ്പോഴാണ്, ഒബേസിറ്റി BMI അക്കോർഡിംഗ് ആയിട്ട് പറയുന്നത്, മോർബിഡ് ഒബേസിറ്റി ഏതാണ്, ഇത്രയും പോയിന്റ്സ് ഇതിൽ ഓർത്ത് വയ്ക്കാം. അടുത്ത ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഫസ്റ്റ് വരുന്ന നമ്മൾ BMI ആണ്. ഓൾറെഡി പറഞ്ഞു, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് പോണ്ടറൽ ഇൻഡെക്സ് ആണ്. ഇങ്ങനത്തെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഒബേസിറ്റി റിലേറ്റഡ് ആണെന്നുള്ള ഓർത്ത് വയ്ക്കാം. എല്ലാ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കണം. പോണ്ടറൽ ഇൻഡെക്സ് ഹൈറ്റ് നമ്മൾ സെന്റിമീറ്ററിലാണ് എടുക്കുന്നത്, ഡിവൈഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ, അടുത്തത് ബ്രോക്ക ഇൻഡെക്സ് ആണ്. ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ -100 ആണ്. ലോറൻസ് ഫോർമുല ഉണ്ട്. ലോറൻസ് ഫോർമുല ഞാനിത് ഗ്രൂപ്പിലിടാം, ഇതിന്റെ ടേബിള്. ഓക്കെ, ലോറൻസ് ഫോർമുല ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ -100 മൈനസ് height in centimeter divided by 24 male and 44 female. ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കോർപ്പുലൻസ് ഇൻഡെക്സ് ആക്ച്വൽ വെയിറ്റ് ഡിവൈഡ് ബൈ ഡിസൈഡ് വെയിറ്റ് ആണ്. അതൊരിക്കലും 1.2 കൂടുതലാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് BMI ആലോചിച്ച് നോക്കുക, അതിന്റെ വാല്യൂസും ആലോചിച്ച് നോക്കുക. പിന്നെ പോണ്ടറൽ ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ്, ലോറൻസ് ഫോർമുല, കോർപ്പുലൻസ് ഇൻഡെക്സ്, ഇത്രയും കാര്യങ്ങൾ ഒബേസിറ്റി റിലേറ്റഡ് ആണ്. ഇതിന്റെ വേർഡ് എങ്കിലും ടെർമിനോളജീസ് എങ്കിലും ഓർത്ത് വെക്കുക. മേ ബി ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സെപ്റ്റ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം. പോണ്ടറൽ ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ്, ലോറൻസ് ഫോർമുല, കോർപ്പുലൻസ് ഇൻഡെക്സ്, ഇത്രയും കാര്യങ്ങൾ ഒബേസിറ്റി റിലേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഒബേസിറ്റി കണ്ടുപിടിക്കണ വേറെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സ്കിൻ ഫോൾഡ് തിക്നെസ്സും വേസ്റ്റ് സർക്കംഫറൻസ് ഒക്കെയാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. സ്കിൻ ഫോൾഡ് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക സബ്സ്കാപ്പുലാർ, അല്ലെങ്കിൽ സുപ്ര ഇലിയാക്ക്, അല്ലെങ്കിൽ മിഡ് ബൈസെപ്റ്റ്, മിഡ് ട്രൈസെപ്സ്, ഇത്രയും ഏരിയാസിലാണ് നമ്മൾ 4 സൈഡ്സിലാണ് സ്കിൻ തിക്നെസ് നോക്കുക. ഇതിൽ മെയിൻ ആയിട്ട് ട്രൈസെപ്സും ബൈസെപ്സ് ഏരിയയും നോക്കാറുണ്ട് കേട്ടോ. സ്കിൻ ഫോൾഡ് തിക്നെസ് അതിനൊരു കണക്കുണ്ട്. ഈ 4 തിക്നെസ്സും കൂടിയിട്ട് മോർ ദാൻ 50 ആണെങ്കിൽ ഫീമെയിൽസിൽ, മോർ ദാൻ 40 ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഓഫ് ഒബേസിറ്റി ആണ്. സ്കിൻ ഫോൾഡ് തിക്നെസ് ഹാർപെൻഡർ കാലിപ്പർ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സ്കിൻ ഫോൾഡ് തിക്നെസ്. അടുത്ത വേസ്റ്റ് സർക്കംഫറൻസ് ഉണ്ട്. വേസ്റ്റ് സർക്കംഫറൻസ് ഇന്ത്യൻ പോപ്പുലേഷനിൽ മോർ ദാൻ 90 മെയിൽസിൽ നമ്മൾ ഒബേസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫീമെയിൽസിൽ മോർ ദാൻ 80 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്കിൻ ഫോൾഡ് തിക്നെസ്
വേസ്റ്റ് സർക്കംഫറൻസ് മോർ ദാൻ 90 മെയിൽസിലും മോർ ദാൻ 80 ഫീമെയിൽസിലാണ് നമ്മൾ ഒബേസിറ്റി ആയിട്ട് ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഒബേസിറ്റി. BMI, പോണ്ടറൽ ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ്, ലോറൻസ് ഫോർമുല, കോർപ്പുലൻസ് ഇൻഡെക്സ് ഒബേസിറ്റി റിലേറ്റഡ് ആണ്. പിന്നെ അതർ 2 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്കിൻ ഫോൾഡ് ഇൻഡിക്കേറ്റേഴ്സ്, സ്കിൻ ഫോൾഡ് തിക്നെസ് ആണ്. അത് സുപ്രാ സ്കാപ്പുലാറും സുപ്രാ ഇലിയാക്കും മിഡ് ബൈസെപ്സും മിഡ് ട്രൈസെപ്സും ആണ് നോക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെ സമ്മ് മോർ ദാൻ 50 ഇൻ ഫീമെയിൽസ്, മോർ ദാൻ 40 ഇൻ മെയിൽസ് ആണെങ്കിൽ ഒബേസിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് സർക്കംഫറൻസ് ഇന്ത്യൻ മെയിൽസിൽ മോർ ദാൻ 90യും ഫീമെയിൽസിൽ മോർ ദാൻ 80 ആണ് പറയുന്നത് ഒബേസിറ്റി എന്ന് പറയുന്നത്. പിന്നെ മോർബിഡ് ഒബേസിറ്റി ഞാൻ പറഞ്ഞ് BMI മോർ ദാൻ 40 ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മോർബിഡ് ഒബേസിറ്റി എന്ന് പറയുക. അത് 50 ക്രോസ്ഡ് ആണെങ്കിൽ സൂപ്പർ മോർബിഡ് ഒബേസിറ്റി എന്ന് പറയും. പിന്നെ ഒരു മിഷൻ ആണ് ജയ് വിഗ്യാൻ മിഷൻ. ഏത് റിലേറ്റഡ് എന്ന് അറിയാവോ? ജയ് വിഗ്യാൻ മിഷൻ അത് നമ്മളെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസസ് അല്ലെ റൊമാറ്റിക് ഫീവർ പ്രോഗ്രാമിനെ റൊമാറ്റിക് ഫീവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയൊരു പ്രോഗ്രാം ആണ് ജയ് വിഗ്യാൻ മിഷൻ. ജയ് വിഗ്യാൻ മിഷൻ റൊമാറ്റിക് ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവർ റിലേറ്റഡ് ആണ്. പിന്നെ ക്യാൻസറിൽ മോസ്റ്റ് സെൻസിറ്റീവ് സ്ക്രീനിങ് മൊഡാലിറ്റി ക്യാൻസറിൽ CA ബ്രസ്റ്റിലെ മാമോഗ്രാഫിയാണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത്. CA സെർവിക്സിൽ പാപ്സ്മിയർ ചെയ്യുന്നുണ്ട്. വിഷ്വൽ ഇൻസ്പെക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ ഏത് ക്യാൻസർ ആണ് കൂടുതൽ എന്നുള്ളത് ഗ്ലോബലി മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് 2 ജെൻഡറും കൂടി നോക്കുമ്പോൾ ലങ് ആണ്. ഇന്ത്യയിൽ 2 ജെൻഡറിൽ നോക്കുമ്പോൾ മോസ്റ്റ് കോമൺ ബ്രസ്റ്റ് ആണ് വരുന്നത്. മെയിൽസിലാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് ലിപ്പ് ഓർ ഓറൽ കാവിറ്റി ആണ്. ഓക്കെ, ഇത് 2020 സർവേ പ്രകാരമാണ്. ഗ്ലോബലി ക്യാൻസർ ബോത്ത് ജെൻഡറിലും കൺസിഡർ ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺ ലങ്സ് ആണ്. ഇന്ത്യയിൽ ബോത്ത് ജെൻഡറും കൺസിഡർ ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് ബ്രസ്റ്റ് ആണ് കാണുന്നത്, കഴിഞ്ഞിട്ട് ലിപ്പ്. മോസ്റ്റ് കോമൺ മെയിൽസിൽ വരുന്നത് ലിപ്പ് ഓർ ഓറൽ കാവിറ്റി ആണ്. അടുത്തത് ഹാഡ് ഓൺ മെട്രിക്സ്. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിയാവോ? അതായത് ആക്സിഡൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് ആക്സിഡൻസ് അല്ലെങ്കിൽ ഇഞ്ചുറി റിഡക്ഷൻ, ഇതൊക്കെ റിലേറ്റഡ് ആണ് ഹാഡൻ മെട്രിക്സ്. ഹാഡൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഇഞ്ചുറി റിഡക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആക്സിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മെഷർ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് അത്. അത് ചില സമയം ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് ട്രാഫിക് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ കോസ് ആവാം, എൻവയറമെന്റൽ കോസ് ആവാം, മെക്കാനിക്കൽ ആവാം, ടെക്നിക്കൽ ആവാം. ഇങ്ങനെയൊക്കെ വരുന്ന ഇഞ്ചുറികളോ അല്ലെങ്കിൽ ആക്സിഡൻസോ നോക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഹാഡൻ മെട്രിക്സ്. ടെർമിനോളജി വന്നു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആണെന്ന് മാത്രം ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്തത് നാഷണൽ കുറച്ച് ഹെൽത്ത് പ്രോഗ്രാംസും അതിന്റെ ഇയറും ആണ്. ഞാൻ കുറച്ചെണ്ണങ്ങളിൽ ഇൻ ബിറ്റ്വീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം 1953 ആണ്. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം 2003. നാഷണൽ ഗോയിറ്റർ കൺട്രോൾ 1962. നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം 1992. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 1995. നാഷണൽ സ്വിച്ച് ഡേ ഏപ്രിൽ 25 ആണ് 2016. ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രൊജക്ട് 2005. Integrated Child Development Services 1975. Midday Meal Scheme 1995. TB Control Program 1962. TB Elimination Program 2020. National AIDS Control Program 1992 ആണ് കേട്ടോ. അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തൊക്കെ 1987 അറേഞ്ച് ആണെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1992 തന്നെയാണ്. നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം 1995. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ 1987 മറ്റോ കണ്ടിട്ടുണ്ട് നാഷണൽ എയ്ഡ്സിൻ്റെത്. ബട്ട് നാക്കോ സ്റ്റാർട്ട് ചെയ്തത് 1992 ആണ്. നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം 1995. നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം 1983. നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം 1957. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് RCH സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് കേട്ടോ 1997. RCH സെക്കൻഡ്. നാഷണൽ ഹെൽത്ത് മിഷൻ ആൻഡ് RCH 2005 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ടത് മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ളത്
അയഡിനും ഗോയിറ്റർ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പൾസ് പോളിയോ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ് ഡേ മീൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ TBDയും ലെപ്രസിയുടേതും. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഇൻഫെക്ഷ്യസ് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും അതിന്റെ ഇയറും ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് ഹെൽത്ത് പ്രോഗ്രാംസ്. നെക്സ്റ്റ് ഡെമോ കോൺട്രാസെപ്ഷനിലേക്ക് കടക്കാണ് കേട്ടോ. അടുത്തത് ഡെമോഗ്രാഫി ആൻഡ് ഫാമിലി പ്ലാനിങ് ആണ്. ന്യൂട്രീഷനും ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഒരുവിധം എല്ലാ ഇതും ഓക്യുപേഷണൽ ഹെൽത്തും എൻവയോൺമെന്റൽ ഹെൽത്തും എല്ലാം ഈ സ്ലൈഡിൽ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഡെമോഗ്രാഫി ആൻഡ് ഫാമിലി പ്ലാനിങ് ആണ് ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഡെമോഗ്രാഫിക് സൈക്കിൾ ഉണ്ട്. ഈ ഫസ്റ്റ് 5 സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഡെമോഗ്രാഫിക് സൈക്കിളിൽ 5 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്റ്റേഷനറി ആണ്. അത് സ്റ്റേബിൾ ആണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ എന്താണ് ഹൈ ബർത്ത് റേറ്റും ഉണ്ട്, ഹൈ ഡെത്ത് റേറ്റും ഉണ്ട്. അതുകൊണ്ട് എന്താണ് അവിടെ പോപ്പുലേഷൻ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ ഹൈ സ്റ്റേഷനറി ആണ്, പോപ്പുലേഷൻ സ്റ്റേബിൾ ആണ്. കാരണം ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും ആണ്. അടുത്ത സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏർലി എക്സ്പാൻഡിങ് ആണ്. ഏർലി എക്സ്പാൻഡിങ് എന്ന് വെച്ചാൽ ഡെത്ത് റേറ്റ് ക്രമേണ കുറയാൻ തുടങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക്. ബട്ട് ബർത്ത് റേറ്റ് കൂടുതൽ തന്നെ, അത് അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ പൊതുവെ സെക്കൻഡ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഏർലി എക്സ്പാൻഡിങ് ആണ്. ബട്ട് ഇന്ത്യ ഇപ്പൊ ആക്ച്വലി ലേറ്റ് എക്സ്പാൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് സെക്കൻഡ് സ്റ്റേജിലാണ് ഉള്ളത്. അടുത്ത തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ഇന്ത്യ ഏത് സ്റ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് ഓർത്ത് വയ്ക്കുക, ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ഇതിന്റെ പ്രത്യേകത ഡെത്ത് റേറ്റ് വീണ്ടും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സെയിം തിങ് ബർത്ത് റേറ്റും ചെറിയ തോതിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഇയേഴ്സ്. അതാണ് തേർഡ് സ്റ്റേജിൽ. ഇന്ത്യ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോഴ് തേർഡ് സ്റ്റേജിലാണ്, ലേറ്റ് എക്സ്പാൻഡിങ്ങിലാണ്. മേ ബി ലേറ്റ് എക്സ്പാൻഡിംഗ് എന്ന് മാത്രം ചോദിച്ചേക്കാം. അത് തേർഡ് സ്റ്റേജിലാണ്, ഇന്ത്യ അവിടെയാണ് ഉള്ളത്. അടുത്തത് ഫോർത്ത് സ്റ്റേജ് ആണ്. മെയിൻ ആയിട്ടുള്ള രണ്ട് സ്റ്റേജസ് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നുള്ളൂ. അത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ആണ്. ഈ ഫോർത്ത് സ്റ്റേജിൽ സ്റ്റേഷനറി ആണ്, ലോ സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. ഇതിൽ കാരണം എന്താ വെച്ചാൽ അവിടെ ബർത്ത് റേറ്റ് കുറവാണ്, സെയിം തിങ് ഡെത്ത് റേറ്റും കുറവാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിൽ, അതായത് US, കാനഡ, UK അങ്ങനെയുള്ള കൺട്രികളിലാണ് നമ്മൾ ഫോർത്ത് സ്റ്റേജ് കാണുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫെർദർ ഡിക്ലൈനിങ് ആണ്. അതായത് പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ. ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കുറയും. ജർമ്മനി, നോർവേ, ഇറ്റലി, ജപ്പാൻ ഒക്കെയാണ് ഫിഫ്ത്ത് സ്റ്റേജിൽ വരുന്നത്. ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്. അതിൽ പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ, ബർത്ത് റേറ്റ് ലോവർ ദാൻ ദ ഡെത്ത് റേറ്റ് ആണ്. ഒന്നും കൂടി ഞാൻ പറയാം പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഫസ്റ്റ് സ്റ്റേജ് ഹൈ സ്റ്റേഷനറി ആണ്, സ്റ്റേബിൾ ആണ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും സെയിം ആണ്, ഹൈ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏർലി എക്സ്പാൻഡിങ് ആണ്. അവിടെ ഡെത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബർത്ത് റേറ്റ് ഹൈ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. തേർഡ് സ്റ്റേജ് ഡെവലപ്പിംഗ് കൺട്രീസ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിലാണ് ഉണ്ടാവുക, കമ്പാരിറ്റീവ്ലി ഡെവലപ്പിംഗ് കൺട്രീസ് കേട്ടോ. തേർഡ് സ്റ്റേജിൽ ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. അവിടെ ഡെത്ത് റേറ്റ് പിന്നെയും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, ബർത്ത് റേറ്റും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ ഉള്ളത് തേർഡ് സ്റ്റേജിലാണ്, ലേറ്റ് എക്സ്പാൻഡിങ്ങിലാണ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലോ സ്റ്റേഷനറി ആണ്. ലോ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, അതായത് അവിടെ രണ്ടും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ലോ ആണ് ഉണ്ടാവുക. പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിരിക്കും. ഡെവലപ്ഡ് കൺട്രീസ് US, UK ഒക്കെ ഫോർത്ത് സ്റ്റേജിലാണ് കാണുക. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കുറയും. കുറച്ചും കൂടി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഇറ്റലി, ജപ്പാൻ, നോർവേ, ജർമ്മനിയിലൊക്കെയാണ് ഇത് പൊതുവെ കാണുന്നത്. പിന്നെ ഡെമോഗ്രാഫിക് ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെമോഗ്രാഫിക് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലെ ഡിഫറൻസിനെയാണ് ഡെമോഗ്രാഫിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്.
ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ഉള്ളത് സ്റ്റേജ് 2ലാണ്. ഏറ്റവും ഹയസ്റ്റ് ഗ്യാപ്പ് ഡെമോഗ്രാഫിക് ഗ്യാപ്പ് കാണുന്നത് സ്റ്റേജ് 2ലും ഏറ്റവും മിനിമം ഗ്യാപ്പ് കാണുന്നത് സ്റ്റേജ് 5ലാണ്. സ്റ്റേജ് 2ലാണ് ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഗ്യാപ്പ് കാണുന്നത്. പിന്നെ ഏറ്റവും കുറവായിട്ട് കാണുന്നത് സ്റ്റേജ് 5ലാണ്. പിന്നെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്ന രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും. പിന്നെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഓർ വൈറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ട്. അവിടെയാണ് ബർത്തും ഡെത്തും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിൽ. സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഓർ വൈറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. ഓക്കെ, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഓർ വൈറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ബർത്തും ഡെത്തും രജിസ്റ്റർ ചെയ്യുന്നത് അവിടെയാണ്. ആക്ച്വലി ഇന്ത്യയിൽ ബർത്തും ഡെത്തും 21 ഡേയ്സിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. 21 ദിവസത്തിനുള്ളിൽ ബർത്തും ഡെത്തും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യയിൽ താമസിക്കാത്തവരാണെങ്കിൽ അവർക്ക് 3 മന്ത് അല്ലെങ്കിൽ 90 ഡേയ്സ് വരെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അതാണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഏജ് പിരമിഡ്സ് എന്നുള്ളുണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എങ്കിൽ ഞാൻ പറയാം. ഏജ് പിരമിഡ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താ വെച്ചാൽ ബ്രോഡ് ബേസ് ആയിരിക്കും. ബ്രോഡ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് യങ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ചിൽഡ്രൻ പൊതുവെ നല്ല കൂടുതലായിരിക്കും. ടാപ്പറിംഗ് ടോപ്പ് എന്ന് പറയുമ്പോൾ എൽഡർലി പോപ്പുലേഷൻ, അതായത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എൽഡർലി പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതിങ്ങനെ ഈ ഒരു ഷേപ്പ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബർത്ത് റേറ്റും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഹൈ ആയതുകൊണ്ടാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ പൊതുവെ അത് മിഡിലാണ് ബൾജ് ചെയ്യുക. മിഡിൽ ബൾജ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു മിഡിൽ ഏജ്ഡ് പോപ്പുലേഷൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ടാപ്പറിംഗ് ആകുമ്പോൾ ഓൾഡർ പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അങ്ങനെ തന്നെ യങ്ങർ ജനറേഷൻസും കുറവായിരിക്കും. അതാണ് ഇതിന്റെ ഷേപ്പിംഗ്. അതായത് ബൾജ് ഇൻ ദ മിഡിൽ ആൻഡ് നാരോ അറ്റ് ദ ബേസ്. ഇതാണ് ഏജ് പിരമിഡ്. അടുത്ത 3 ടെർമിനോളജീസ് ആണ്. ഡിപ്പെൻഡൻസി റേഷ്യോ, അതായത് ഡിപ്പെൻഡൻസിൽ ഏതൊക്കെ ഏജ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. നമ്മൾ 65 വയസ്സിന് മുകളിലും 15 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ചിൽഡ്രൻ 0 to 14 ഇയേഴ്സ് ഉള്ളവരും അഡൾട്ട് മോർ ദാൻ 65 ഉള്ളവരെയാണ് ഡിപ്പെൻഡൻസിയിൽ കൺസിഡർ ചെയ്യുക. റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ രണ്ടിന്റെയും തുക ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഓഫ് 15 to 64 ഇയേഴ്സ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഡിപ്പെൻഡൻസി റേഷ്യോ. ഏജ് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൽഡർലി ഏജ് ഡിപ്പെൻഡൻസി ഏതാ വരുന്നത് എന്നുള്ളത്. PG എൻട്രൻസിനല്ല, വേറെ എവിടെയോ. അടുത്ത ഡെമോഗ്രാഫിക് ബോണസ് ആണ്. ഡെമോഗ്രാഫിക് ബോണസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോണസ് ആണല്ലോ. അവിടെ എന്തായിരിക്കും, ഡിപ്പെൻഡൻസി റേഷ്യോ കുറവായിരിക്കും. അതായത് യങ്ങർ ആയിട്ടുള്ള ചിൽഡ്രനോ അല്ലെങ്കിൽ അഡൾട്ട് ഏജ്ഡ് ആയിട്ടുള്ളവരുടെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയുള്ള പോപ്പുലേഷനിൽ നമുക്ക് ഡെമോഗ്രാഫിക് ബോണസ് എന്ന് പറയും. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മളെ സ്റ്റേജ് 3 ഉണ്ടല്ലോ, ബർത്ത് റേറ്റ് കുറയുന്ന ആ ഒരു സ്റ്റേജ് ഡെമോഗ്രാഫിക് സൈക്കിളിന്റെ, അതാണ് പൊതുവെ ഡെമോഗ്രാഫിക് ബോണസ് കാണിക്കുന്ന സ്റ്റേജ്. അടുത്തത് ഡെമോഗ്രാഫിക് ബേർഡൻ ആണ്. ഡിപ്പെൻഡൻസി റേഷ്യോ കൂടും. ഒന്നിക്കില് കുട്ടികളാവാൻ കൂടുതൽ, അല്ലെങ്കിൽ ഏജ് ഉള്ളവരാവാൻ കൂടുതൽ. പൊതുവെ സ്റ്റേജ് 5 മെൻഷൻ ചെയ്തില്ലേ, അതായത് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കുറയുന്ന അവസ്ഥ, അവിടെ ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് കൂടുതലായിരിക്കും. അപ്പം അവിടെ പൊതുവെ എന്തായിരിക്കും കൂടുതൽ, ഡെമോഗ്രാഫിക് ബേർഡൻ കൂടുതലായിരിക്കും. സ്റ്റേജ് 5ലാണ് അത് കാണുന്നത്. പിന്നെ കുറച്ച് റേറ്റ് ആൻഡ് റേഷ്യോസ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി, എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ആണ്. അത് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ കൺട്രി ആണ്. കൺട്രിയുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും ഓവറോൾ ഹെൽത്ത് സ്റ്റാറ്റസും നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അതായത് ഒരു ഗിവൺ ഏജിൽ എത്ര കാലം ജീവിക്കുന്നുള്ള മനസ്സിലാക്കുന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അടുത്തത് ബർത്ത് റേറ്റ് ആണ്. എത്ര ലൈവ് ബർത്ത് ഉണ്ടായി ഒരു ഇയറിൽ, ഓക്കെ, ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് മിൻ ഇയർ പോപ്പുലേഷൻ ആണ് ബർത്ത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ലൈവ് ബർത്ത് ഉണ്ടായി ഡിവൈഡ് ബൈ വുമൺ, എത്ര വുമൺ അവിടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുന്നത്. ഓക്കെ, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്
കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദാറ്റ് ഏരിയ ഡിവൈഡ് ബൈ വുമൺ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ വുമൺ ഇൻറ്റു 1000 ആണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദാറ്റ് ഏരിയ ഡിവൈഡ് ബൈ വുമൺ അറ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഇൻറ്റു 1000 ആണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദാറ്റ് ഏരിയ ഡിവൈഡ് ബൈ വുമൺ അറ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് വൺ ഓഫ് ദ എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അടുത്ത നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ്. ഇതും വൺ ഓഫ് ദ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റർ ആണ്. ഈ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് 1 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2 ചിൽഡ്രൻസ് ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുക. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ടർ ബോൺ ഇൻ ദാറ്റ് ഏരിയ ഡിവൈഡ് ബൈ വുമൺ അറ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ആണ്. ഒരു ബെറ്റർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ആണ്. അടുത്തത് എലിജിബിൾ കപ്പിൾ. എലിജിബിൾ കപ്പിൾ എന്ന് പറയുമ്പോൾ എലിജിബിൾ കപ്പിളിലുള്ള വുമൺ എപ്പോഴും ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ. ടാർഗറ്റ് കപ്പിൾ എന്ന് പറയുന്നത് ടാർഗറ്റ് കപ്പിൾ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചിൽഡ്രൻ, മുന്നേ പറഞ്ഞിരിക്കുന്നത് 2 or 3 ലിവിങ് ചിൽഡ്രൻ എന്നാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. സച്ച് കപ്പിളിനെയാണ് നമ്മൾ ടാർഗറ്റ് കപ്പിളായിട്ട് പറയുന്നത്. ഫസ്റ്റ് ചൈൽഡ് 20 ടാർഗറ്റ് കപ്പിൾ അത്രേ ഉള്ളൂ കേട്ടോ പോയിന്റ്സ്. അടുത്തത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് ആണ്. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ എഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ചൈൽഡ് ബർത്ത് ബൈ വൺ ഓർ അതർ അപ്രൂവ്ഡ് മെത്തേഡ് ഓഫ് ഫാമിലി പ്ലാനിങ്. അതായത് എലിജിബിൾ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടല്ലോ, അവര് ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് കടക്കുകയാണ്. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ 2 മെയിൻ ടൈപ്സ് ആണുള്ളത്, സ്പേസിംഗ് മെത്തേഡും ടെർമിനൽ മെത്തേഡും. ഓക്കെ. ടെർമിനൽ മെത്തേഡ് എന്തായിരിക്കും? മൊത്തം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. സ്പേസിംഗ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം ഉപയോഗിക്കുക, ആ ഒരു റീപ്രൊഡക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ടെർമിനൽ മെത്തേഡ് മെയിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്. സ്പേസിംഗ് മെത്തേഡ് ബാരിയർ മെത്തേഡ് ഉണ്ട്. ബാരിയർ മെത്തേഡ് തന്നെ ഒരു 3 എണ്ണം ഉണ്ട്, ഫിസിക്കലും കെമിക്കലും കമ്പൈൻഡും. പിന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് IUDs, പിന്നെ ഹോർമോൺ മെത്തേഡ് ഉണ്ട്, പോസ്റ്റ് കൺസെപ്ഷൻ മെത്തേഡ് ഉണ്ട്, മിസ്ലേനിയസ് ഉണ്ട്. ഓക്കെ. ഇതിൽ ബാരിയർ മെത്തേഡിലേക്ക് കടക്കുകയാണ്. ബാരിയർ മെത്തേഡിൽ 3 എണ്ണം ഉണ്ട്, ഫിസിക്കലും കെമിക്കലും കമ്പൈൻഡും. ഫിസിക്കലിലാണ് കോണ്ടോം, ഡയഫ്രം, വജൈനൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഫിസിക്കൽ മെത്തേഡ്സിലാണ്. ഇതിൽ ക്വാണ്ടം മെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതിന്റെ പേര് നിരോധ് എന്നാണ് കേട്ടോ, അത് ഓർത്ത് വെക്കാം. കുറച്ച് ഇതിന്റെ പേരുകളും മാച്ച് ദ ഫോളോയിങ് കണ്ടിട്ട് PG എക്സാമിന് എൻട്രൻസ് കണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ക്വാണ്ടം നിരോധ് ക്വാണ്ടം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ബാരിയർ മെത്തേഡിൽ ഫിസിക്കലിൽ വരുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതൊരു മെത്തേഡാണ് ക്വാണ്ടം. സ്പേസിംഗ് മെത്തേഡിൽ വരുന്ന സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്. പക്ഷെ ഇതിൽ ഫെയിലിയേഴ്സ് ഉണ്ട്, 2 to 3% ക്വാണ്ടത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഈസിലി അവൈലബിൾ ആണ്, ക്വാണ്ടം സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്, ഈസി ടു യൂസ് ആണ്, നോ സൈഡ് എഫക്ട്സ്, ലൈറ്റ് ആൻഡ് കോമ്പാക്ട് ആണ്, ഡിസ്പോസിബിൾ ആണ്, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് പ്രഗ്നൻസി ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഓക്കെ. പിന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ട്രിവാൻഡ്രം കേരളത്തിൽ നിന്നാണ് കോണ്ടം മെയിൻ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് ടിയർ ചെയ്ത് പോവാം, പിന്നെ സെൻസേഷണൽ ലോക്കലി അത് ഇന്റർഫിയർ ചെയ്യാം. ഓക്കെ. ക്വാണ്ടം പൊതുവെ 2 to 3% ഫെയിലിയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ഫെയിലിയർ റീസൺ ഇൻകറക്റ്റ് യൂസ് ആണ് പറയുന്നത്. പിന്നെ ഫീമെയിൽ കോണ്ടംസ് ആണ്. ഫീമെയിൽ കോണ്ടംസ് ഉണ്ടാക്കിയിരിക്കുന്നത് പോളിയുറേത്രൈൻ.
ഓക്കെ, POLYURE3THNE പോളിയൂറേത്രൻ എന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫീമെയിൽ കോണ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലും ഫെയിലിയേഴ്സ് ഉണ്ട്. ഒരു 100 വുമൺ എടുക്കുകയാണെങ്കിൽ ഒരു 5% ഫെയിലിയേഴ്സ് ഫീമെയിൽ കോണ്ടത്തിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഡയഫ്ര ആണ്. ഡച്ച് കപ്പ് വജനൽ ബാരിയർ ആയിട്ട് വരുന്നത്. അതും സിന്തറ്റിക് റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡയഫ്രത്തിന് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ നീഡ് ആവശ്യമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ്, ആ ഡെലിവറിക്ക് ശേഷം ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ ലോങ് പീരീഡ് ഡയഫ്രം നമുക്ക് വജൈനയിൽ ലോങ് പീരീഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ടോക്സിക് ഷോക്ക് സിൻഡ്രോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് വരുന്നത് വജൈനൽ സ്പോഞ്ച് ആണ്. വജൈനൽ സ്പോഞ്ചിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടുഡേ എന്നുള്ളത് വജൈനൽ സ്പോഞ്ച് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ടുഡേ എന്നുള്ളത് അതും പോളിയൂറേത്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സ്പോഞ്ച്. അതിൽ സ്പെർമിസൈഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സ്പോഞ്ചിൽ. ഫിസിക്കൽ ബാരിയേഴ്സിൽ വജൈനൽ സ്പോഞ്ചിൽ ടുഡേ വജൈനൽ സ്പോഞ്ച് റിലേറ്റഡ് ആയിട്ടും നിരോധ് കോണ്ടം റിലേറ്റഡ് ആയിട്ടും ഓർത്ത്. പിന്നെ കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സ്പെർമിസൈഡും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്രീം, ജെല്ലി, ടാബ്ലറ്റ് ഫോംസ്, സപ്പോസിറ്ററീസ്, സോലുബിൾ ഫിലിമും കാര്യങ്ങളൊക്കെയാണ് കെമിക്കൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത്. ഈ സ്പെർമിസൈഡ്സിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് സ്പെർമറ്റോസോവേന അതിന്റെ ഓക്സിജൻ അപ്ടേക്ക് കുറക്കുകയും സ്പേമിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അതാണ് സ്പെർമിസൈഡിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. പൊതുവേ ഈ കെമിക്കൽ മെത്തേഡ്സിനും കാര്യങ്ങൾക്കൊക്കെ ഫെയിലിയർ റേറ്റ് ഉണ്ട്. പിന്നെ ഓരോ സെക്ഷൽ ഇന്റർകോഴ്സിന് മുന്നേ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ചിലവർക്ക് അത് മൈൽഡ് ബേണിംഗ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് സ്പെർമിസൈഡ്സ് ഒന്നും അത്ര സേഫ് അല്ല എന്ന് പറയുന്നത്. ടെറക്ടോജെനിക് എഫക്റ്റും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ സ്പെർമിസൈഡ്സിന്. പിന്നെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ബാരിയർ മെത്തേഡ്. അപ്പൊ ബാരിയർ മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ്. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് 2 തരത്തിലുണ്ട്. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ മെഡിക്കേറ്റഡും ഉണ്ട്, നോൺ മെഡിക്കേറ്റഡും ഉണ്ട്. ഇതില് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷൻ നോൺ മെഡിക്കേറ്റഡ് ആണ്. മെഡിസിൻ ഇല്ല. മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോർമോൺസ് ഇല്ല. മെഡിക്കേറ്റഡ് ആണ് തേർഡ് ജനറേഷൻ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെഡിക്കേറ്റഡ് അല്ല. തേർഡ് ആണ് ഹോർമോൺ റിലീസിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മെഡിക്കേറ്റഡ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പോവാം. ഫസ്റ്റ് ജനറേഷൻ IUDs. ഫസ്റ്റ് ജനറേഷൻ IUDs ലിപ്പേസ് ലൂപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലിപ്പേസ് ലൂപ്പിൽ അടങ്ങിയിരിക്കുന്നത് ബേരിയം സൾഫേറ്റ് ഉണ്ട് എന്ന് ആലോചിച്ച് വയ്ക്കാം. പിന്നെ അതിന് 4 സൈസുകൾ ABCD എന്നിട്ട് 4 സൈസുകളുണ്ട്. ഇനേർട്ട് ആണ്, നോൺ മെഡിക്കേറ്റഡ് ആണ്, പോളി എത്തിലീൻ അല്ലെങ്കിൽ അതർ പോളിമേഴ്സ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ലിപ്പേസ് ലൂപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ലോ എക്സ്പെൽഷൻ ആണ്, ആന്റി ഫെർട്ടിലിറ്റി എഫക്റ്റ് ഉണ്ട്, സൈഡ് എഫക്ട്സ് പെയിനും ബ്ലീഡിംഗ് ഒക്കെ ലിപ്പേസ് ലൂപ്പിനുണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് ജനറേഷൻ ലിപ്പേസ് ലൂപ്പ് എന്ന് ആലോചിച്ച് വയ്ക്കുക. ബേരിയം സൾഫേറ്റ് ഉണ്ട്, മെഡിക്കേറ്റഡ് അല്ല. അടുത്തത് സെക്കൻഡ് ജനറേഷൻ IUDs ആണ്. കോപ്പർ ഉള്ള IUDs ആണ് സെക്കൻഡ് ജനറേഷൻ IUDs. അത് കുറച്ച് ഏർലി ഡിവൈസസ് ഉണ്ട്, ഇപ്പം പുതുതായിട്ട് വന്ന ഡിവൈസസും ഉണ്ട്. ഇത് ഏർലി ഡിവൈസസ് എന്ന് പറയുന്നത് കോപ്പർ 7ഉം കോപ്പർ T200ഉം ആണ്. ഓക്കെ, കോപ്പർ T200 4 years വരെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂവർ ഡിവൈസസ് ആണ് എഴുതിയിരിക്കുന്നത്. കോപ്പർ T220 ആണ്, 220C, കോപ്പർ T220C, കോപ്പർ T380. 380ക്ക് 10 years ഉണ്ട് കേട്ടോ ലൈഫ് സ്പാന്. ഈ കോപ്പർ T380 എന്ന് പറയുന്നത് സിൽവർ കവറിങ് ഉണ്ടാവും അതിന്, സിൽവർ കോർ ഉണ്ടാവും അതിന്. കോപ്പർ T380ക്ക് 10 years ഉണ്ട്. മേ ബി ഏറ്റവും കൂടുതൽ ഏതാ ഇയർ ലൈഫ് സ്പാൻ ഉള്ളതെന്നൊക്കെ ചോദിച്ചേക്കാം. കോപ്പർ T380ക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നോവാട്ടിക്കും സിൽവർ കോർ ഉള്ളത് 5 years ആണ് അതിനത്. പിന്നെ മൾട്ടി ലോഡ് ഡിവൈസസ് ഉണ്ട്, അത് 5 years ആണ് ലൈഫ് സ്പാന്. ML കോപ്പർ 250, ML കോപ്പർ 375 ആണ് മൾട്ടി ലോഡ് ഡിവൈസസ്. ഓക്കെ, കോപ്പർ ഉള്ളതാണ് സെക്കൻഡ് ജനറേഷൻ ആലോചിച്ച് വയ്ക്കുക. അതിന്റെ ലൈഫ് സ്പാനും ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതലുള്ളത് കോപ്പർ 380 ആണ്. ഓക്കെ, 380 ആണ്. നമ്മളെ നമ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 380 ആണ് കേട്ടോ. 375 ഒക്കെ താഴെ വരുന്നത് 5 years കാര്യങ്ങളൊക്കെ ഉള്ളൂ.
പിന്നെ അഡ്വാൻറ്റേജ് ലോ എക്സ്പെൽഷൻ റേറ്റ് ആണ്, കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സും കാര്യങ്ങളും കുറവാണ്. നള്ളിപ്പാരസിൽ യൂസ് ചെയ്യാം, എഫക്റ്റീവ്നെസ് ഉണ്ട്. പിന്നെ പോസ്റ്റ് കോയിറ്റൽ ആയിട്ടും ഒരു 5 ഡേയ്സിനുള്ളിൽ ഉപയോഗിക്കാം. അടുത്തത് തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷൻ ഹോർമോൺ റിലീസിംഗ് ആണ്. ഹോർമോൺ റിലീസിംഗ് പ്രൊജസ്റ്റാസേർട്ട് ഉണ്ട്, മിറൈനി ഉണ്ട്. പ്രൊജസ്റ്റാസേർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോർമോൺ റിലീസിംഗ് ആണ്, ടി ഷേപ്ഡ് ആണ്, പക്ഷെ ഇത് ഇയർലി മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഹോർമോൺസ് ആണ്. ഓക്കെ, പ്രൊജസ്റ്റാസേർട്ടിൽ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഹോർമോൺസ് ആണ്. ബട്ട് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇയർലി അതിനെ മാറ്റിക്കൊണ്ടിരിക്കണം. ടി ഷേപ്പ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. മിറേന എന്ന് പറയുമ്പോൾ അത് ലിവോനജിസ്ട്രോൾ ആണ്, ബട്ട് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് സ്റ്റിറോയിഡ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 10 കൊല്ലം വരെ ലൈഫ് സ്പാൻ ഉണ്ട്. ഓക്കെ, എന്നാലും ഇതിലും ഒരു 2% ഫെയിലിയേഴ്സ് ഉണ്ട് മിറേനയിൽ. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. മെക്കാനിസം ഓഫ് IUDs എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ ആണ്. അപ്പൊ എന്തുണ്ടാവും, അവിടെ യൂട്രൈൻ ഫ്ലൂയിഡ്സിലും സെൽസിലും കാര്യങ്ങളൊക്കെ ബയോകെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ ഫെർട്ടിലൈസേഷനിലെ ചാൻസസ് കുറയുകയും ചെയ്യുക. അത് വയബിൾ ആയിട്ടുള്ള ഗമീറ്റ്സ് ഉണ്ടാവില്ല. റിഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്. അല്ലെ, ഇംപ്ലാന്റേഷനുമായിട്ട് ഒരുപാട് ഇന്റർഫിയറൻസ് IUDs കുറവാണ്. ഓക്കെ, കോപ്പർ ഐ യു ഡി സ്പേം മൊബിലിറ്റിയും അതിന്റെ സർവൈവലും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഹോർമോണൽ IUDs വിസ്കോസിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ സ്പേമിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് തടയും. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയ സമയം മാത്രമേ വേണ്ടൂ. ടേക്സ് ഓൺലി ഫ്യൂ മിനിറ്റ്സ്. ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇയേഴ്സ്, മിനിമം 5 ഇയേഴ്സ് ഒക്കെയാണ് പറയുന്നത്, പ്രൊജസ്റ്റാസേർട്ട് ഒഴികെ. പിന്നെ ഇൻഎക്സ്പെൻസീവ് ആണ്, കമ്പാരിറ്റീവ്ലി എഫക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ OCP പോലെയൊക്കെ എന്താ പറയാ, ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള മെറ്റബോളിക് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഹയസ്റ്റ് കണ്ടിന്യൂഷൻ റേറ്റ് ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ടിന്യൂസ് മോട്ടിവേഷൻ വേണ്ട കപ്പിൾസിന്. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആവാം ചാൻസസ് ഉണ്ട്, PID ഉണ്ടാവാം. കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. സസ്പെക്റ്റഡ് പ്രഗ്നൻസി ഉള്ള കേസിൽ യൂസ് ചെയ്യാൻ പാടില്ല, PID ഉള്ള കേസുകളിൽ യൂസ് ചെയ്യാൻ പാടില്ല. അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള വജനൽ ബ്ലീഡിംഗ് ഉള്ളവർക്ക്, ക്യാൻസർ ഉള്ളവർക്ക്, പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി ഉള്ളവർക്കൊന്നും നമ്മൾ IUD സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ടൈമിംഗ് ഓഫ് ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിന്റെ അല്ലാതെ ഏത് റീപ്രൊഡക്റ്റീവ് പീരീഡിൽ അത് ഉപയോഗിക്കാം. മെൻസ്ട്രേഷൻ ആണെങ്കിൽ വിത്തിൻ 10 days ഓഫ് ബിഗിനിങ് ഓഫ് മെൻസ്ട്രൽ പീരീഡ് ആണ് ടൈമിംഗ് ഓഫ് ഇൻസേർഷൻ പറയുന്നത്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഇത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട്സ് എന്താണ്? മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട്സ് പെയിൻ അല്ല, ബ്ലീഡിംഗ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് കോമൺ ബ്ലീഡിംഗ് ആണ്. പിന്നെ അതർ സൈഡ് എഫക്ട്സ് പെയിനും പെർഫറേഷനും പ്രഗ്നൻസിയും എക്ടോപിക് പ്രഗ്നൻസിയും എക്സ്പെൽഷനും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ഹോർമോണൽ മെത്തേഡ് ആണ്. ഹോർമോണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആണ് കേട്ടോ. ആദ്യം ബാരിയർ മെത്തേഡ് പറഞ്ഞു, IUD പറഞ്ഞു, ഹോർമോണൽ മെത്തേഡ്. ഹോർമോണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ബാരിയർ മെത്തേഡിനേക്കാളും IUDസിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് ഹോർമോണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പിൽസുകളാണ്, ഓറൽ പിൽസ്. ഓറൽ പിൽസ് തന്നെ കുറച്ച് 5 ടൈപ്പുകളുണ്ട്. കമ്പൈൻഡ് പിൽസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ഉണ്ട്, പോസ്റ്റ് കോയിറ്റൽ പിൽസ് ഉണ്ട്, വൺസ് ഇൻ എ മന്ത് പിൽസ് ഉണ്ട്, മെയിൽ പിൽസ് ഉണ്ട്. ഇതൊക്കെ പിൽസിൽ വരുന്നതാണ്. പിന്നെ ഡീപോട്ടും അങ്ങനെ തന്നെ ഹോർമോണൽ മെത്തേഡിൽ വരുന്നതാണ്. ഡീപോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സബ്ക്യൂട്ടീനിയസ് ഇംപ്ലാന്റ്, അല്ലെങ്കിൽ വജനൽ റിംഗ്. അടുത്ത സ്ലൈഡ്സിൽ അത് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന ഓറൽ പിൽസ് ആണ് ഹോർമോണലില്. അത് പിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എല്ലാം. കമ്പൈൻഡ് പിൽസ്, പ്രൊജസ്ട്രോൺ, പോസ്റ്റ് കോയിറ്റൽ, വൺസ് ഇൻ എ മന്ത്, മെയിൽ പിൽസും കാര്യങ്ങളൊക്കെ ഓറൽ പിൽസിൽ വരുന്നതാണ്. ഡീപോട്ട് എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ഇൻജെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ക്യൂട്ടീനിയസ് ആയിട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. വജനൽ റിംഗും വരുന്നത് ഡീപോട്ട് ആണ്. അത് സ്ലോ റിലീസിംഗ് ആണ് ഡീപോട്ടിലൊക്കെ വരുന്നത്.
ഓക്കെ, ഇതിൽ ഓറൽ പിൽസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പൈൻഡ് പിൽസിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് രണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ രണ്ട് പിൽസ് ഉണ്ട്. മാല എന്നും മാല ഡിയും ആണ്. അത് PHC എന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. മാല എൻ എന്ന് പറയുന്നത് അത് മെയിൻ ആയിട്ട് 28 ടാബ്ലറ്റ്സ് ആണ് ഉണ്ടാവുക. 28 എണ്ണം 28ല് 21 ഓറൽ കോൺട്രാസെപ്റ്റീവ്സും 7 എണ്ണം ഫെറസ് ഫ്യൂമറേറ്റ് ടാബ്ലറ്റും ആയിരിക്കും. അത് മാല ഡിന്റെ കേസിലാണ്. മാല എൻ ആണെങ്കിൽ അയോൺ സൾഫേറ്റ് ആണ്. ജസ്റ്റ് ആലോചിച്ചാൽ മതി, 28 ടാബ്ലറ്റ്സ് ഉണ്ട്, അതിൽ 7 എണ്ണം അയോണും 28 എണ്ണം ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസും ആണ്. മാല എന്നും മാല ഡി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ഉണ്ട്, പോസ്റ്റ് കോയിറ്റൽ പിൽസ് ഉണ്ട്. പിന്നെ മെയിൽ പിൽസിന്റെ വേറൊരു പേരെന്താണെന്ന് വെച്ചാൽ ഗോസിപ്പോൾ. മെയിൽ പിൽസിന്റെ യൂസ് ചെയ്യുന്ന പിൽസിന്റെ പേര് ഗോസിപ്പോൾ ആണ്. ബട്ട് മെയിൽ പിൽസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് ഇൻ ദ സെൻസ് അത് പെർമനന്റ് ആയിട്ടുള്ള എസോസ്പെർമിയ വരെ ഉണ്ടാക്കും. അതുകൊണ്ട് അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. മെയിൽ പിൽസ് ഗോസിപ്യോൾ റിലേറ്റഡ് ടു മെയിൽ പിൽസ് ആണ്. ഗോസിപ്യോൾ GOSSYPOL ഗോസിപ്യോൾ. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ദ ഓറൽ പിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പൊതുവെ ഇത് ഓവത്തിന്റെ റിലീസും ഹോർമോൺസ് ആണല്ലോ, അപ്പൊ ഓവത്തിന്റെ റിലീസും കാര്യങ്ങളാണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ സെർവൈക്കൽ മ്യൂക്കസിലും കാര്യങ്ങളിലും ട്യൂബൽ മോട്ടിലിറ്റിയിലൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ ഓറൽ പിൽസ്, അതായത് ഈ കമ്പൈൻഡ് പിൽസും പ്രൊജസ്ട്രോൺ പിൽസും അതൊക്കെ കമ്പാരിറ്റീവ്ലി 100% എഫക്റ്റീവ് എന്നാ പറയുന്നത്. പക്ഷേ മെറ്റബോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള കുറച്ച് അഡ്വേഴ്സ് എഫക്റ്റുകൾ ഈ പിൽസുകൾക്ക് ഉണ്ട്. ഒന്ന് ത്രോംബോസിസ് ഉണ്ടാക്കാം, പിന്നെ ക്യാൻസർ ഉണ്ടാക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് സർവൈക്കൽ ക്യാൻസർ ആണ് പറയുന്നത് ഈ പിൽസ് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ BP കൂട്ടാം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാവാം, ലിവറിൽ അഡിനോമി ഉണ്ടാവാം. പിന്നെ ഇത് യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഫെർട്ടിലിറ്റിക്ക് ഇച്ചിരി ഡിലേ ഉണ്ടാവും. എക്ടോപിക് പ്രഗ്നൻസി, പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ആണെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏക ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 100% എഫക്റ്റീവ് ആണ്. ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞു ഒന്നാമത് ഓറൽ പിൽസ് ആണ്, രണ്ടാമത് ഡീപോട്ട് ആണ്. അത് സ്ലോ ആയിട്ട് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അത് ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, once in a month കമ്പൈൻഡ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്റ്റബിൾ ആണ് DMPA NETEN DMPA SC എന്നൊക്കെ പറയുന്നത്. ആ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അതായത് പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്റ്റബിൾ ആയിട്ട് DMPA NETEN, അതായത് അതിന് ഫുൾ ഫോം ഉണ്ട് നോ എപ്പിസോൺ എനൈൻസേറ്റ്. DMPA എന്ന് പറയുന്നത് ഡീപോട്ട് മെറോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് ആണ്. ഇതിന്റെയൊക്കെ കോൺട്രാൻഡിക്കേഷൻ പറയുന്നത് നോർമൽ മെൻസ്ട്രൽ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇത് ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് സബ്ഡേമൽ ഇംപ്ലാന്റ് ആണ്. സബ്ഡേമൽ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മള് നോർപ്ലാന്റ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. നോർപ്ലാന്റ് R2 ഈസി ടു ഇൻസേർട്ട് ആണ്, സിലിക്കൺ റോഡ് ആണ്. അത് 5 ഇയേഴ്സോളം സബ്ഡേമൽ ഇംപ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും. 5 ഇയേഴ്സ് ആണ് അതിന്റെ ലൈഫ് സ്പാൻ പറയുന്നത്, 5 ഇയേഴ്സ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് വജനൽ റിംഗ് ആണ്. വജനൽ റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 3rd വീക്ക് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലും റിമൂവ് ഫോർ 3rd വീക്ക് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലാണ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. വജനൽ റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെവനജസ്ട്രോൾ ആണ് അതിലുള്ളത്. പിന്നെ കുറച്ച് ഇത്രയാണ് ഇതിൽ വരുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അതർ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് പേരുകൾ. ഇന്ത്യയിൽ സഹേലി അല്ലെങ്കിൽ ചായ എന്ന് പറയുന്നത് അത് വീക്ക്ലി ഉള്ള പിൽസ് ആണ് കേട്ടോ. കോൺട്രസെപ്റ്റീവ് റിലേറ്റഡ് ആണ്, വീക്ക്ലി ഉള്ള ഓറൽ പിൽസ് ആണ് ഇന്ത്യയിൽ സഹേലി അല്ലെങ്കിൽ ചായ. സഹേലി എന്ന് പറയുന്നത് SAHELI ആണ്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. സഹേലി വീക്ക്ലി പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓറൽ പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വേറൊരു പേര് ചായയാണ്, CHHAYA ചായ. ഓക്കെ, പക്ഷെ ഇതിന് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ഫെയിലിയർ ആണ്. എനിക്കൊന്ന് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുണ്ട്. അത് ചായ ഇതിൽ വരുന്നതാണ്. ഓറൽ പിൽസ് ആണ് അതിൽ ആൻസർ കണ്ടത്. സഹേലിയും ചോദിച്ചാൽ ഓറൽ പിൽസ് ആണ്, അത് വീക്ക്ലി പിൽസ് ആണ് കേട്ടോ. ബാക്കിയൊക്കെ ഒരുവിധം മന്ത്ലി പിൽസിൽ വരുന്നതാണ്. വീക്ക്ലി പിൽസിൽ വരുന്ന ഒറ്റ ഇത് മാത്രമേ ഉള്ളത്.
പിന്നെ സെൻക്രോമാൻ, CENTCHROMA, സെൻക്രോമനും വീക്ക്ലി പിൽസിൽ വരുന്നതാണ്. പിന്നെ എമർജൻസി കോൺട്രാസെപ്ഷൻ മെയിൻലി വിത്തിൻ 72 അവേഴ്സിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ 72 അവേഴ്സിൽ എടുക്കണം. പിൽസ് ആണെങ്കിൽ, IUDs ആണെങ്കിൽ 5 ഡേയ്സിനുള്ളിൽ എടുത്താൽ മതി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് EC പിൽസ് ആണ്, EZY പിൽസ് ആണ്. എമർജൻസി കോൺട്രസെപ്ഷൻ ആയിട്ട് ഫസ്റ്റ് ലൈൻ ആയിട്ട് പറയുന്നത് EC പിൽസ് ആണ്. അഥവാ EC പിൽസ് എന്ത് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി കോൺട്രസെപ്ഷൻ ആയിട്ടുള്ള ഓറൽ പിൽസ് ആണ് EC പിൽസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്തതാണ്. സെക്കൻഡ് ലൈൻ മാത്രമാണ് IUD പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മിസ്ലേനിയസ് ആണ്. അബ്സ്റ്റിനൻസ് ഉണ്ട്, കോയിറ്റസ് ഇന്ററപ്റ്റസ് ഉണ്ട്, സേഫ് പീരീഡ് ഉണ്ട്. സേഫ് പീരീഡ് 8th ഡേ ടു 22nd ഡേ, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 8ാമത്തെ ദിവസം തൊട്ടിട്ട് 22ാമത്തെ ദിവസം വരെ സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യാനാണ് സേഫ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റെഗുലർ സൈക്കിൾ ഉള്ളവർക്കാണ് കമ്പാരിറ്റീവ്ലി അത് പോസിബിൾ ആവുക. ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കുക. ബിഫോർ ദ ഓവുലേഷൻ 0.5 to 0.8 ഡിഗ്രി റൈസ് ചെയ്യും. ഓക്കെ. സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് ആണ്. സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനെ ബില്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഓവുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. സർവൈക്കൽ മ്യൂക്കസ് തിൻ ആവും, ഓവുലേഷൻ അടുപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കാവും. അതാണ് സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ്. അതിന്റെ രണ്ട് പേരുകൾ ആലോചിക്കുക. ബില്ലിംഗ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് ആണ്. ഓവുലേഷൻ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നതും സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് ആണ്. അടുത്ത സിംപ്റ്റോതെർമിക് എന്ന് പറയുമ്പോൾ ബേസൽ ബോഡി ടെമ്പറേച്ചറും സർവൈക്കൽ മ്യൂക്കസും രണ്ടും കൂടിയിട്ടുള്ളതാണ് സിംപ്റ്റോതെർമിക് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് നാച്ചുറൽ കോൺട്രാസെപ്ഷൻ ഉണ്ടാവും, ബട്ട് 5 to 10% ഫെയിലിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ബർത്ത് കൺട്രോൾ വാക്സിനേഷൻസ് ഉണ്ട്. മെയിനായിട്ട് BETA-HCG ആണ് വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ വാക്സിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 തൊട്ടിട്ട് 6 ആഴ്ചക്കുള്ളിൽ ആന്റിബോഡി റിലീസ് ചെയ്യും. പിന്നെ നമ്മളത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 6 തൊട്ട് 11 മാസത്തിനുള്ളത് ഡിക്ലൈൻ ആവും. ഓക്കെ. അപ്പം ബർത്ത് കൺട്രോൾ വാക്സിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് വാക്സിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് BETA-HCG ആണ്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ സ്പേസിംഗ് മെത്തേഡ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ടെർമിനൽ മെത്തേഡ്സ് ആണ്. ടെർമിനൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ 1 ടൈം മെത്തേഡ് ആണ്. ടെർമിനൽ മെത്തേഡ് എന്ന് പറയുന്നത് 1 ടൈം മെത്തേഡ് ആണ്. ഒത്തിരി തവണ മാത്രമേ ചെയ്യൂ. ഇതിന്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഹസ്ബൻഡ് എപ്പോഴും 25 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയായിരിക്കണം. വൈഫ് 20 വയസ്സിന് മുകളിലും 45 ഇയേഴ്സിന് താഴെയായിരിക്കണം. അറ്റ്ലീസ്റ്റ് അവർക്ക് 2 ലിവിങ് ചിൽഡ്രൻ എങ്കിലും ഉണ്ടായിരിക്കണം. ഈ ഒരു ടെർമിനൽ മെത്തേഡിൽ ആരും ഒരാൾ സൈൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിക്ലറേഷനിൽ എനിവൺ ക്യാൻ സൈൻ എന്ന് പറയുന്നത്. അതാണ് ടെർമിനൽ മെത്തേഡ്. മെയിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട്, ഫീമെയിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട്. ഫീമെയിൽ സ്റ്റെറിലൈസേഷനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് മെയിൽ സ്റ്റെറിലൈസേഷൻ. അത്ര പോപ്പുലാരിറ്റി അതിനില്ല. മെയിൽ സ്റ്റെറിലൈസേഷൻ ഓൾമോസ്റ്റ് 100% എഫക്റ്റീവ് ആണ്. പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. മൈനർ ആയിട്ടുള്ളതാണ്, മേജർ ആയിട്ടുള്ള എല്ലാം. വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സ്പേം ഗ്രാനുൾ ഫോം ചെയ്യാം, പിന്നെ അത് റീകാനലൈസ് ചെയ്യാം, ഓട്ടോഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവാം, പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും. ഈ മെയിൽ സ്റ്റെറിലൈസേഷനിൽ മെയിനായിട്ടും പോയിന്റ്സ് ആലോചിക്കേണ്ടത് ഈ നോ സ്കാൽപ്പൽ വാസെക്ടമി ഉണ്ടല്ലോ, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാസെക്ടമി ആണ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന്റെ പേരാണ് നോ സ്കാൽപ്പൽ വാസെക്ടമി. ഇത് പൊതുവെ സേഫ് ആണ്, എഫക്റ്റീവ് ആണ് കമ്പയർ ടു വാസെക്ടമി, ആൻഡ് അക്സെപ്റ്റബിൾ ആണ്, കൺവീനിയന്റ് ആണ്. ഒരു ദിവസം കൊണ്ട് വന്ന് ചെയ്തിട്ട് തിരിച്ചു പോവാം. ഇതാണ് മെയിൽ സ്റ്റെറിലൈസേഷൻ. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ മിനി ലാബ് ഓപ്പറേഷൻ പോംറോയ് ടെക്നിക്ക്. പോംറോയ് ടെക്നിക്ക് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെക്കണേ. പോംറോയ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ആണോ എന്ന് സംശയിക്കും. മിനി ലാബ് ഓപ്പറേഷന് വേറെ പേരാണ്. പോംറോയ് ടെക്നിക്ക് ലാപ്രോസ്കോപ്പിക് സർജറി. അടുത്ത പേൾ ഇൻഡെക്സ് നമ്മൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിന്റെ എഫിക്കസി നോക്കുന്നതാണ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ എഫിക്കസി നോക്കുന്നതാണ് പേൾ ഇൻഡെക്സും
ലൈഫ് ടേബിൾ അനാലിസിസ് ആണ്. ലൈഫ് ടേബിൾ ആക്ച്വലി പേൾ ഇൻഡെക്സ് എങ്ങനെ നമ്മൾ നോക്കുക വെച്ചാൽ കുറച്ച് ഇയറിലെ എക്സ്പോഷർ ആണ് നോക്കുക, ഇയർ ഓഫ് എക്സ്പോഷർ ആണ് നോക്കുക. ബട്ട് ലൈഫ് ടേബിൾ അനാലിസിസിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ മാസത്തിലും ഫെയിലിയർ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കും. ഇത്രയുള്ളൂ തമ്മിലുള്ള വ്യത്യാസം. പേൾ ഇൻഡെക്സ് OCPക്ക് 0.1% മാത്രമേ ഉള്ളൂ. ടോട്ടൽ ആക്സിഡന്റൽ പ്രഗ്നൻസി ഡിവൈഡ് ബൈ ടോട്ടൽ മന്ത് ഓഫ് എക്സ്പോഷർ ഇൻറ്റു 1200 ആണ് പേൾ ഇൻഡെക്സിന്റെ ഫോർമുല. ടോട്ടൽ ആക്സിഡന്റൽ പ്രഗ്നൻസി divided by total number of month exposure into 1200. പൊതുവെ നമ്മൾ പേൾ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 1 ഇയർ ബേസിസിൽ മാത്രമാണ്. ലൈഫ് ടേബിൾ അനാലിസിസിന് ഓൾറെഡിയും പറഞ്ഞു ഫെയിലിയർ റേറ്റ് മന്ത്ലി എത്ര നോക്കും, എന്നിട്ട് ടോട്ടൽ ആയിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ലൈഫ് ടേബിൾ അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേൾ ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവുള്ളത് OCPക്കാണ് 0.1 മാത്രമേ ഉള്ളൂ. IUDക്ക് അത് ഇൻട്രായൂട്രൈൻ ഡിവൈസസിന് 0.7 to 1.5 ഉണ്ട്. ക്വാണ്ടം ഓർ ബാരിയർ മെത്തേഡ്സിനൊക്കെ 2 to 20% ഉണ്ട് കേട്ടോ ഫെയിലിയർ അല്ലെങ്കിൽ പേൾ ഇൻഡെക്സ് വാല്യൂ. ഏറ്റവും കുറവ് OCP എന്ന് ഓർത്ത് വയ്ക്കാം. ഇതാണ് കോൺട്രാസെപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് PPH, മദർ ആൻഡ് ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് PPH പോസ്റ്റ്പാർട്ടം ഹാമറേജ്, യൂട്രൈൻ എക്ടോണി, ഓപ്സ് നിങ്ങൾ പഠിക്കുകയായിരിക്കും. പിന്നെ 5 ക്ലീൻ ഡെലിവറി പോയിന്റ്സ് അല്ലെ, ഡെലിവറിന്റെ സമയത്ത് ഇത്ര 5 കാര്യങ്ങൾ ക്ലീൻ ആയിട്ടുള്ള, മുന്നേ ടെറ്റ്നസിൽ പഠിച്ചായിരുന്നില്ലേ ക്ലീൻ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ഡെലിവറി പോയിന്റ്സിൽ ഒരു 5 ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ക്ലീൻ സർഫസ് ആയിരിക്കണം, ക്ലീൻ ഹാൻഡ് ആയിരിക്കണം, ക്ലീൻ കോഡ് ആയിരിക്കണം, ക്ലീൻ ക്ലാമ്പ് അല്ലെ ത്രെഡ് ആയിരിക്കണം, ക്ലീൻ കട്ട് ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് എവിടെയും കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതാണ്. ക്ലീൻ സർഫസ്, ക്ലീൻ ഹാൻഡ്, ക്ലീൻ കോഡ്, ക്ലീൻ ടൈ ഓർ ത്രെഡ് ഓർ ക്ലാമ്പ്, ക്ലീൻ കട്ട്. ഓക്കെ. അടുത്ത അബ്ഗർ സ്കോർ ആണ് നമ്മൾ നോക്കുന്നത്. ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, മസിൽ ടോൺ, റിഫ്ലക്സ്, കളർ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഐ മീൻ ഓബ്സിൽ അതൊക്കെ വരുന്നുണ്ട്. അബ്ഗാർ സ്കോർ 7 അതിലധികമോ ആണെങ്കിൽ നോർമൽ ആയിരിക്കും. പിന്നെ വെയിറ്റ്, ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 2.8 to 3 ആണ് നോർമലി പറയുന്നത്. 2.5 ബിലോ ആണെങ്കിൽ അത് ലോ ബർത്ത് വെയിറ്റ് ആണ്. പിന്നെ പ്രീ ടേം എന്ന് പറയുന്നത് 37 വീക്കിൽ താഴെയാണെങ്കിൽ എല്ലാ പ്രീ ടേം ഡെലിവറീസ് ആണ്. ടേം എന്ന് പറയുന്നത് 37 to 40 ആണ് കേട്ടോ ടേം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബർത്ത് വെയിറ്റ് പൊതുവെ 5th മന്ത് ആകുമ്പോഴത്തേക്ക് ഡബിൾ ആവും. 5th to 6th മന്ത് ആകുമ്പോഴത്തേക്ക് ഡബിൾ ആവും. 1 ഇയർ ആകുമ്പോഴത്തേക്ക് ട്രിപ്പിൾ ആവും. പിന്നെ കുറച്ച് മാൽന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ആണ്. വെയിറ്റ് ഫോർ ഹൈറ്റ്, ഹൈറ്റിനെ കണക്കായിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ എക്യൂട്ട് മാൽന്യൂട്രീഷൻ, എക്യൂട്ട് ആണ് കേട്ടോ, ഹൈറ്റിന് കണക്കായിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ എക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. ഏജിന് കണക്കായിട്ടുള്ള ഹൈറ്റ് ഇല്ലെങ്കിൽ ക്രോണിക് മാൽന്യൂട്രീഷൻ ആണ്. ഏജിന് കണക്കായിട്ടുള്ള വെയിറ്റ്, അത് ആക്ച്വലി അത് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള മാർക്കറാണ് കേട്ടോ. വെയിറ്റിന് കണക്കായിട്ടുള്ള വെയിറ്റ് ഫോർ ഏജ്, ഏജിന് കണക്കായിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ മാറിപ്പോകരുതേ. അതായത് ഹൈറ്റ് ഫോർ ഏജ്, ഏജിന് കണക്കായിട്ടുള്ള ഹൈറ്റ് ഇല്ലെങ്കിൽ, നീളല്ലെങ്കിലാണ് ക്രോണിക് മാൽന്യൂട്രീഷൻ വരുന്നത്. വെയിറ്റ് ഫോർ ഏജ് പറയുന്നത് ജനറൽ മാർക്കറാണ്, മോസ്റ്റ് സെൻസിറ്റീവ് മാർക്കർ ഓഫ് മാൽന്യൂട്രീഷൻ ആണ്. പിന്നെ നമ്മൾ ഈ ഐ മീൻ നിൽക്കാൻ പറ്റാത്ത കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ സാൾട്ട് സ്കെയിലാണ് നോക്കുന്നത്. പിന്നെ മിഡ് ടേം മാൽന്യൂട്രീഷനിൽ വേറെ ഒന്ന് നോക്കുന്നത്, നമ്മൾ ഷക്കീർ ടാപ്പ് വെച്ചിട്ട് മിഡ് ടേം സർക്കംഫറൻസ് നോക്കും കേട്ടോ. മിഡ് ടേം സർക്കംഫറൻസ് 11.5 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ മാൽന്യൂട്രീഷൻ ആണ്. സാൾട്ട് സ്കെയിൽ ഹൂ കനോട്ട് സ്റ്റാൻഡ് ബൈ ദംസെൽവ്സിലാണ് നമ്മൾ സാൾട്ട് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മിഡ് ടേം സർക്കംഫറൻസ് 11.5 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ, സർക്കംഫറൻസ് കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് മാൽന്യൂട്രീഷൻ ആണ്. പിന്നെ WHO ഗ്രോത്ത് ചാർട്ടിനെ റോഡ് ടു ഹെൽത്ത് എന്ന് പറയും, അല്ലെ ബോസ്റ്റൺ ഹെൽത്ത് ചാർട്ട് എന്നും പറയും. പിന്നെ പ്രധാനമന്ത്രിയുടെ കുറച്ച്
സ്കീമുകളുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ജനനി സുരക്ഷാ യോജന എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ജനനി സുരക്ഷാ യോജന. ഓക്കെ, ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി യൂട്ടിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ്. ജനനി സുരക്ഷാ യോജന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യുന്നത്. ജനനി ശിശു സുരക്ഷാ കാര്യക്രം പ്രൊമോട്ട് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി യൂട്ടിലൈസേഷൻ. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, അതില് 4 സ്ക്രീനിങ് ആയിട്ട് 4 ഡിസീസസ് നോക്കൂട്ടോ. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം ഉൾപ്പെട്ടിരിക്കുന്നത്. 4 ഡിസീസുകളാണ് നോക്കുന്നത്. 4 ഡിസ് ആണ്. അതിൽ ഒന്ന് ഡിസീസ് ആണ്, രണ്ടാമത്തത് ഡെവലപ്മെന്റ് ഡിലേ, മൂന്നാമത്തത് ഡിഫക്റ്റ് കൺജനൈറ്റൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഡെഫിഷ്യൻസീസ് ഉണ്ടോ. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം 18 ഇയേഴ്സിൽ താഴെയുള്ളവർക്കാണത് സ്ക്രീൻ ചെയ്യുന്നത്. 4D ആണ്. ഒന്ന് ഡിസീസ്, ഒന്ന് ഡെഫിഷ്യൻസി, ഒന്ന് ഡെവലപ്മെന്റൽ ഡിഫക്റ്റ്, പിന്നെ ഡെവലപ്മെന്റൽ ഡിലേ, പിന്നെ ഡെവലപ്മെന്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ, ഡിഫക്റ്റ്, കൺജനൈറ്റൽ ഡിഫക്റ്റും കാര്യങ്ങളാണ് 4Ds. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. അടുത്ത വരുന്നത് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമാണ്. അത് ഹെൽത്തി അഡോളസെന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഫീമെയിൽസിന് കൊടുക്കുന്നതാണ്. 12 വീക്കിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 1000, ടോട്ടൽ 5000 കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, അതായത് ആശാ വർക്കറിന്റെ ഇടയ്ക്കൊക്കെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസും വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ചൈൽഡിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ കേട്ടോ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷനിൽ കാർബോഹൈഡ്രേറ്റ് 4 കിലോ കലോറി പെർ ഗ്രാം ആണ്. പ്രോട്ടീനും സെയിം ആണ്. ഫാറ്റ് 9 കിലോ കലോറി ആണ് കേട്ടോ. അതായത് എനർജി നൽകുന്നതാണ്, എനർജി പ്രൊവൈഡിങ് ഫുഡ് പ്രൊഡക്റ്റ്. കാർബോഹൈഡ്രേറ്റ് 4 ആണ്, പ്രോട്ടീനും 4 ആണ്, ഫാറ്റ് 9 ആണ്. പിന്നെ ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ ഫുഡിലും നോൺ വെജ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ സോയാബീനിലാണ് പ്രോട്ടീൻ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ പൾസസ് ആണ്, പിന്നെ ഫിഷ്, മീറ്റ്, എഗ്. ഇതിൽ സോയാബീൻ 43, സോയാബീൻ ആണ് കൂടുതൽ ആലോചിക്കാം. പിന്നെ കുറച്ച് ഡയറ്റുകളാണ്. പ്രൂഡന്റ് ഡയറ്റ് ഉണ്ട്, ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ട്, സ്റ്റേപ്പിൾ ഡയറ്റ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രൂഡന്റ് ഡയറ്റ് ടെമ്പററി ഡയറ്റ് ആണ്. ടെമ്പററി ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഡയബറ്റിക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ഇങ്ങനത്തെയൊക്കെ പ്രൂഡന്റ് ഡയറ്റിന് എക്സാമ്പിൾസ് ആണ്. ടെമ്പററി ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം, ഒരു ഡയറ്ററി ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിലെ ഡയറ്റ് ഒക്കെ പ്രൂഡന്റ് ഡയറ്റിലാണ് വരിക. ഓക്കെ, പ്രൂഡന്റ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പററി ഡയറ്റ് ആണ്, ദാറ്റ് അഡ്ഹെർ ടു ദ ഡയറ്ററി ഗോൾസ്. ഡയബറ്റിക് ഡയറ്റ്, റീനൽ ഡയറ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ ന്യൂട്രിയൻസും, അതായത് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡെഫിഷ്യൻസിയോ എക്സസോ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്. നമ്മളെ റൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്തിലൊക്കെ കുറച്ചും കൂടി സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാന്ന് പറയാം. ഓക്കെ, ഇതിൽ പ്രൂഡന്റ് എന്നുള്ള വേർഡ് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ഫുഡ് അഡൾട്രേഷൻ ആണ്. ഫുഡ് അഡൾട്രേഷനിൽ അഡൾട്രേഷൻ എന്താണ്, എപ്പോഴും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സാധനം അതിൽ ആഡ് ചെയ്യും. ഫുഡ് പ്രൊഡക്റ്റിൽ നമ്മൾ ചില്ലി പൗഡറിൽ ബ്രിക്ക് പൗഡർ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ മിൽക്കിൽ വാട്ടർ, വെള്ളം ഒഴിക്കുന്നത്, പാലിൽ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആണ്. അത് തന്നെ ന്യൂട്രിറ്റീവ് വാല്യൂം കുറക്കും കേട്ടോ. അടുത്തത് ഫുഡ് എഡിറ്റീവ്സ് ആണ്. എഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിന് ന്യൂട്രിറ്റീവ് വാല്യൂന
എന്ത് ചെയ്യില്ല, അതിന് ഓൾട്ടർ ചെയ്യില്ല. ഫുഡ് എഡിറ്റീവ്സ് പൊതുവെ അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂവിനെ ഒരിക്കലും അത് എഫക്ട് ചെയ്യില്ല കേട്ടോ. ഫുഡ് അഡിറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്രീസസ് ദ ഷെൽഫ് ലൈഫാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ന്യൂട്രിറ്റീവ് വാല്യൂ കുറയ്ക്കില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും പ്രിസർവേറ്റീവ്സ് ഒക്കെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണ്. ന്യൂട്രിറ്റീവ് വാല്യൂ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടും. നമ്മൾ അയഡിനൈസ്ഡ് സാൾട്ട്, പിന്നെ വനസ്പതിയിലൊക്കെ വിറ്റാമിൻ ഡിയും വിറ്റാമിൻ എ ഒക്കെ ചേർക്കുന്നില്ലേ, അതൊക്കെ ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഈ 3 ടെർമിനോളജി ഓർത്ത് വയ്ക്കുക: ഫുഡ് അഡൾട്രേഷൻ, ഫുഡ് എഡിറ്റീവ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അടുത്തത് NPU ആണ്. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ആണ് NPU. NPU ഏറ്റവും മാക്സിമം ഉള്ളത് എഗ്ഗിനാണ്. എമൗണ്ട് ഓഫ് നൈട്രജൻ റിട്ടേൺ ഇൻ ദ ബോഡി ഫോർ ബോഡി മാസ് ഫംഗ്ഷൻ ഓർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻജസ്റ്റഡ്, അതാണ് NPU. മെയിനായിട്ട് എഗ്ഗിലാണ് കൂടുതലെന്ന് മനസ്സിലാക്കുക. പിന്നെ അത് രണ്ട് കാര്യങ്ങളുടെ, അതായത് ഡൈജസ്റ്റബിൾ കോയിഫിഷ്യന്റും ബയോളജിക്കൽ വാല്യൂയും കൂടി ചേർന്നിട്ടുള്ളതാണ് NPU. ഈ ഡൈജസ്റ്റബിൾ ഇപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഡൈജസ്റ്റബിൾ കോയിഫിഷ്യന്റ് എന്താണെന്ന് മനസ്സിലാക്കണം, ബയോളജിക്കൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഡൈജസ്റ്റബിൾ കോയിഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് അമിനോ ആസിഡ് അബ്സോർബ്ഡ് ഓർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻജസ്റ്റഡ് ആണ് ഡൈജസ്റ്റബിൾ കോയിഫിഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എമൗണ്ട് ഓഫ് അമിനോ ആസിഡ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻജസ്റ്റ് ചെയ്യുന്നതാണ് ഡൈജസ്റ്റബിലിറ്റി കോയിഫിഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് നൈട്രജൻ റീറ്റൈൻഡ് ഓർ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ് അബ്സോർബ്ഡ്. ഓക്കെ, ഇതാണ് ബയോളജിക്കൽ വാല്യൂ. ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ് എന്ത്? NPU. അത് NPU ഏറ്റവും കൂടുതൽ എഗ്, അതാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. NPU ഏറ്റവും കൂടുതലുള്ളത് എഗ്ഗിനാണ്, പിന്നെ വരുന്നത് കൗസ് മിൽക്കിനാണ്, പിന്നെ മീറ്റിനുണ്ട് 79, ഫിഷിന് 77, റൈസിൽ 65, സോയാബീൻ 55, വീറ്റ് 51, പൾസസ് 45 to 50, ഗ്രൗണ്ട് നട്ട് 50. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എഗ്ഗിലാണ്, ഹെന്നിന്റെ എഗ്ഗിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് NPU. അടുത്ത ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെഫിഷ്യന്റ് ആയിരിക്കും. അതായത് സീരിയൽസിൽ ത്രിയോനൈനും ലൈസിനും ഉണ്ടാവില്ല. ലൈസിൻ ആൻഡ് ത്രിയോനൈൻ ഡെഫിഷ്യന്റ് ഇൻ സീരിയൽസ്. സിസ്റ്റിൻ ആൻഡ് മെത്തിയോനൈൻ ഡെഫിഷ്യന്റ് ഇൻ പൾസസ്. ട്രിപ്റ്റോഫാൻ ആൻഡ് ലൈസിൻ മെയ്സിൽ ഡെഫിഷ്യന്റ് ആണ്. സീരിയൽസിൽ നമ്മളിപ്പം ത്രിയോനൈനും ലൈസിനും നോക്കുകയാണെങ്കിൽ ലൈസിനാണ് കമ്പാരിറ്റീവ്ലി ത്രിയോനൈനേക്കാളും കൂടുതൽ കുറവുള്ളത്. ഓക്കെ, സീരിയൽസിൽ ത്രിയോനൈനും ലൈസിനും എന്തെങ്കിലും കോഡ് വേർഡ് ഉപയോഗിച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ത്രിയോനൈനും ലൈസിനും സീരിയൽസിൽ കുറവാണ്, ലിമിറ്റിംഗ് അമിനോ ആസിഡ് ആണ്, ഡെഫിഷ്യന്റ് ആണ്. സിസ്റ്റിനും മെത്തിയോണിനും പൾസസിലാണ് ലിമിറ്റിംഗ് അമിനോ ആസിഡ് ആയിട്ട് കണക്കാക്കുന്നത്. ട്രിപ്റ്റോഫാനും ലൈസിനാണ് മെയ്സിൽ കുറവായിട്ട് കണക്കാക്കുന്നത്. പിന്നെ പെല്ലഗ്ര അറിയാലോ, ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ കാരണമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത്. പിന്നെ മെയ്സില് ലൂസിൻ മെയ്സില് ലൂസിൻ എന്നൊരു കണ്ടന്റ് ഒരുപാട് ഉണ്ട് കേട്ടോ. ഹൈ എമൗണ്ട് ഓഫ് ലൂസിൻ ഉള്ളത് കൊണ്ടാണ് ട്രിപ്റ്റോഫാന്റെ കൺവേർഷൻ നിയാസിനായിട്ട് മാറുന്നത്. മെയ്സ് ഈറ്റേഴ്സിൽ പൊതുവെ ഈ പെല്ലഗ്ര ഉണ്ടാവും പറയുന്നത്. അതായത് പെല്ലഗ്രിന്റെ ഡെഫിഷ്യൻസി ഓഫ് നിയാസിനാണ്, മെയ്സ് ഈറ്റേഴ്സിലാണ് പൊതുവെ ഈ പെല്ലഗ്ര കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൂസിൻ, LUCINE, ലൂസിൻ കണ്ടന്റ് മെയ്സിൽ കൂടുതലാണ്. ലൂസിൻ എന്താ ചെയ്യുക? ട്രിപ്റ്റോഫാനിനെ നിയാസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തടയും, അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പെല്ലഗ്ര മെയ്സ് ഈറ്റേഴ്സിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് കാണുന്നത്. അടുത്തത് ഫാറ്റ് ആണ്. ഫാറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട്. ഇതിന്റെ പേരുകൾ നിർബന്ധമായി ഓർത്ത് വെച്ചിരിക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് ആണ്. ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് മെയിൻലി നമ്മളെ സാച്ചുറേറ്റഡ് ഫാറ്റും കാര്യങ്ങളൊക്കെ ആനിമൽ ഒറിജിൻ ആണ്, എങ്കിലും ചില പ്ലാന്റ് ഒറിജിനും ഉണ്ട്. അടുത്ത അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ഒലീക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, ലിനോളിക് ആസിഡ്.
ഒലീക് ആസിഡ്, ലിനോലിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്. ഇത്രയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സാച്ചുറേറ്റഡ് ലോറിക്, പാൽമിറ്റിക്, സ്റ്റിയറിക്. അൺസാച്ചുറേറ്റഡ് ലിനോലിക്, ലിനോലെനിക്, ഒലീക് ആസിഡ്. ഓക്കെ, മെയിൻലി സാച്ചുറേറ്റഡ് ആനിമൽ ഒറിജിൻ ആയിരിക്കും. പിന്നെ സാച്ചുറേറ്റഡ് ആനിമൽ ഒറിജിൻ ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് മെയിൻലി വെജിറ്റബിൾ ഓർ പ്ലാന്റ് ഒറിജിൻ ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് പൊതുവെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ടും കാര്യങ്ങളൊക്കെയാണ് കാണുക. സാച്ചുറേറ്റഡ് മെയിൻലി ആനിമൽ ഒറിജിൻ ആണ്. കോക്കനട്ട് ഓയിൽ 92% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അൺസാച്ചുറേറ്റഡ് മെയിൻലി പ്ലാന്റ് ഓർ വെജിറ്റബിൾ ഒറിജിൻ ആണ്. എക്സാമ്പിൾസ് ഗ്രൗണ്ട്നട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിലും കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത വിറ്റാമിൻസ് ആണ്. വിറ്റാമിൻസ് മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ പേരുകൾ ആലോചിക്കുക. എന്തൊക്കെ വിറ്റാമിൻസ് ആണ്, അതിന്റെ കെമിക്കൽ നെയിമും അതിന്റെ ഡെഫിഷ്യൻസീസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. വിറ്റാമിൻ എ റെറ്റിനോളും റെറ്റിനോയിഡും കരോട്ടിനോയിഡും വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിമുകളാണ്. സിറോഫ്താൽമിയാണ് ഡെഫിഷ്യൻസി. വിറ്റാമിൻ B1 തൈമിൻ ആണ് അതിന്റെ കെമിക്കൽ നെയിം. ബെറിബെറി, വെർണിക്സ് സൈക്കോസിസ് ഉണ്ട്. B2 റൈബോഫ്ലേവിൻ ആണ്. അബ്രോഫ്ലേവിനോസിസ്. B3 നിയാസിനോർ നിയാസിമൈഡ് പെലഗ്ര. B5 പാന്തോതെനിക് ആസിഡ് ആണ്. ബേണിംഗ് ഫീറ്റ് സിൻഡ്രോം. B6 പിരിഡോക്സിൻ, പിരിഡോക്സമൈൻ, പിരിഡോക്സൽ അനീമിയ. വിറ്റാമിൻ B7 ബയോട്ടിൻ ആണ്. ഡെർമറ്റൈറ്റിസ് ആൻഡ് എൻട്രൈറ്റിസ്. B9 ഫോളിക് ആസിഡ് ആണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ന്യൂറൽ ട്യൂബ് എഫക്റ്റ്. B12 സൈനോകോബാലമിൻ, ഹൈഡ്രോക്സികോബാലമിൻ, മീഥൈൽകോബാലമിൻ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ ഡി റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. വിറ്റാമിൻ ഇ ഹെമോലിറ്റിക് അനീമിയ ന്യൂബോൺ. വിറ്റാമിൻ കെ ഹെമറേജിക് ഡിസീസ് ഓഫ് ന്യൂബോൺ. പിന്നെ അയോൺ അബ്സോർപ്ഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. ഇൻഹിബിറ്റർ ഫൈറ്റേറ്റും ഓക്സലേറ്റും കാൽസ്യം ടാനിൻസും. ഓക്കെ, അയോണിന്റെ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഫൈറ്റേറ്റ്സ്, ഓക്സലേറ്റ്സ്, കാൽസ്യം ആൻഡ് ടാനിൻസ്. ആക്ച്വലി നമ്മൾ പ്രഗ്നൻസിന്റെ സമയത്ത് അയോണും കാൽസ്യം ടാബ്ലറ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറേഷനിൽ എനിക്കൊന്ന് എത്രയോ 6 to 8 hours ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അഥവാ അതില്ലെങ്കിൽ അതിന്റെ അബ്സോർപ്ഷനിൽ രണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. കാൽസ്യം. ഓക്കെ, അയൺ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ് ഫൈറ്റേറ്റ്സും ഓക്സലേറ്റ്സും കാൽസ്യം ടാനിൻസും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സെറം ഫെറിറ്റിൻ ആണ് മോസ്റ്റ് കോമൺ ഇൻഡിക്കേറ്റർ ഇൻ അനീമിയ എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ ഇൻഡിക്കേറ്റർ ട്രാൻസ്ഫറൻസ് സാച്ചുറേഷൻ ആണ്. പിന്നെ ഹീമായും നോൺ ഹീമോ ആയാൽ അറിയാന്ന് വിചാരിക്കണു, ഞാൻ പറയാം. മെയിൻ ആയിട്ട് ഹീമയൺ സോഴ്സ് മെയിൻ ആയിട്ട് ആനിമൽ സോഴ്സുകളാണ്. അത് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് തന്നെ അബ്സോർബിൾ ആയിരിക്കും. അയോണില് ഹീം ആനിമൽ സോഴ്സസ് കമ്പാരിറ്റീവ്ലി അബ്സോർബിൾ ആയിരിക്കും. നോൺ ഹീം എന്ന് പറയുമ്പോൾ മെയിൻലി വെജിറ്റബിൾ സോഴ്സസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഹ്യൂമൻ മിൽക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അയൺ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും അത് കുറച്ചും കൂടി നമുക്ക് അബ്സോർബിൾ ഫോമിലായിരിക്കും ഹ്യൂമൻ മിൽക്കിലുള്ള അയൺ കേട്ടോ. പിന്നെ വരുന്നുണ്ട്, അത് ജസ്റ്റ് ഇതിനിടയിൽ പറഞ്ഞെന്നുള്ളൂ. അടുത്തത് അയഡിൻ ആണ്. അയഡിൻ ഗോയിട്രോജൻസ്, ക്യാബേജ്, കോളിഫ്ലവർ ഗോഡ്സ് ഒക്കെ ഗോയിട്രോജൻസിൽ കൺസിഡർ ചെയ്യുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്താണ് അയഡിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ യൂറിൻ അയഡിൻ എക്സ്ക്രീഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, അയഡിന്റെ കേസിൽ യൂറിൻ അയഡിൻ എക്സ്ക്രീഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ. പിന്നെ വെരി സെൻസിറ്റീവ് മാർക്കർ നിയോനാറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കർ ഇൻഡിക്കേറ്റർ പറയുന്നത് നിയോനാറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. നിയോനാറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പിഡമോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ യൂറിനറി അയഡിൻ എക്സ്ക്രീഷൻ ആണ്. ഫ്ലോറൈഡ് ആണ്. ഫ്ലോറൈഡ്സ് എല്ലാവർക്കും അറിയാവുന്നത് ഡബിൾ എഡ്ജ്ഡ് സ്വാഡ് ആണ്. അത് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും പ്രോബ്ലമാറ്റിക് ആണ്. ഡെയിലി റിക്വയർമെന്റ് പറയുന്നത് 0.5 to 0.8 milligram per day അത് ആവശ്യമാണ്. ഡബിൾ എഡ്ജ്ഡ് സ്വാഡ് എന്ന് പറയുന്നത് ഫ്ലോറൈഡ്സിനെയാണ്. ഡെന്റൽ കാരീസ് ഡെഫിഷ്യൻസി എന്തായാലും ഉണ്ടാവും. ഫ്ലോറോസിസ് എന്ന് പറയുമ്പോൾ
എക്സസ് ആയിട്ട് ഫ്ലൂറിൻ വെള്ളത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് അതിന് ഡീഫ്ലൂറിഡേറ്റ് വാട്ടർ ആണ് അതിന്റെ കുറയ്ക്കാനുള്ള വഴി. അതിന് നൽകൊണ്ട ടെക്നിക് എന്ന് പറയും കേട്ടോ. അതിന് ഡീഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടറിന് നൽകൊണ്ട ടെക്നിക് എന്ന് പറയും, ഫ്ലൂറൈഡ്സ്. അടുത്ത മിൽക്കാണ്. മിൽക്ക്, ബ്രസ്റ്റ് മിൽക്ക് പൊതുവെ അമിനോ ആസിഡ്സ് സിസ്റ്റിനും ടോറിനും കൂടുതലുണ്ട്. ഈ സിസ്റ്റിനും ടോറിനും കൂടുതൽ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ അത് കുട്ടികളുടെ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആണ് കേട്ടോ. അതായത് സിസ്റ്റിൻ എന്ന് പറയുന്നത് പ്രിമച്വർ ചിൽഡ്രൻസിന്റെ ഡെവലപ്മെന്റിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോറിൻ എന്ന് പറയുന്നത് ആക്സോണൽ ഗ്രോത്തിനൊക്കെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതാണ് ടോറിൻ. അതുകൊണ്ടാണ് ബ്രസ്റ്റ് മിൽക്കിൽ സിസ്റ്റിനും ടോറിനും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ റിച്ച് ഇൻ PUFA ആണ്, റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ലാക്ടോസ് ആണ്. ബാക്കി എല്ലാ മിൽക്കിനെയും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാക്ടോസ് ഉള്ളത് ഹ്യൂമൻ മിൽക്കിലാണ്, അതായത് ബ്രസ്റ്റ് മിൽക്കിലാണ്. പിന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും ഉണ്ട്. പക്ഷേ കാൽസ്യവും സോഡിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. സോഡിയം കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നെഫ്രോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വേണ്ടിയിട്ടാണ് സോഡിയം കമ്പാരിറ്റീവ്ലി കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് ന്യൂട്രിറ്റീവ് വാല്യൂ പറയുന്നത്. ന്യൂട്രിറ്റീവ് വാല്യൂ ലാക്ടോസ് ഏറ്റവും കൂടുതലുള്ളത് 7.4 ആണ് ഹ്യൂമൻ മിൽക്കിൽ. പ്രോട്ടീൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രോട്ടീൻ എനിക്കൊന്ന് ബഫലോസ് മിൽക്കിലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ വരുന്നുണ്ടാവുക. പ്രോട്ടീനും ഫാറ്റൊക്കെ. കാൽസ്യം നോക്കി ഹ്യൂമൻ മിൽക്കിൽ നോക്കിയാൽ 28 മാത്രമേ ഉള്ളൂ. ബട്ട് അത് അബ്സോർബിഡ് ഫോമിലായിരിക്കും. അയോണും അങ്ങനെ തന്നെ 0.35 ആണ് ഉള്ളത്. വാട്ടർ കണ്ടന്റ് ഉണ്ട്, എനർജി 65 ഉണ്ട്. ലാക്ടോസ് ഏറ്റവും കൂടുതലുള്ളത് ഹ്യൂമൻ മിൽക്കിലാണ്. ന്യൂട്രിയൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റ് കണ്ടന്റ് ഒരുവിധം എല്ലാം, അതായത് ഫാറ്റ്, പ്രോട്ടീൻ, എനർജി കണ്ടന്റ് ഉള്ളത് ബഫല്ലോ ആണ്. കാരണം ബഫലോന്റെ കുട്ടിക്ക് അത്ര ആവശ്യം ഉണ്ടാവും, അതുകൊണ്ടാണ് അത്രയും കൂടുതലായിട്ടുള്ളത്. ഫാറ്റും പ്രോട്ടീനും എനർജിയും. ലാക്ടോസ് ഹ്യൂമണിലാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ബഫല്ലോ കഴിഞ്ഞാൽ ഗോട്ട്, പിന്നെ കൗ, ഹ്യൂമൺ ആണ്. ഫാറ്റിന്റെ കേസിൽ, പ്രോട്ടീന്റെ കേസിലും സെയിം ആണ്. ഈവൻ എനർജി കണ്ടന്റ് കേസിലും സെയിം ആണ്. ലാക്ടോസ് ഹ്യൂമൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ബഫലോസ് മിൽക്കാണ്, പിന്നെ ഗോട്ടും കൗവും. അടുത്തത് പാസ്ചറൈസേഷൻ ആണ്. പാസ്ചറൈസേഷൻ ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റീവ് മെത്തേഡാണ് പാസ്ചറൈസേഷൻ. മിൽക്കിനെ ചെയ്യുന്നതാണ്. മിൽക്കിലുള്ള ബാക്ടീരിയസിനെ കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടി ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. 3 മെത്തേഡ്സ് ആണ് ഉള്ളത് കേട്ടോ. വാറ്റ് ഓർ ഹോൾഡർ മെത്തേഡ്. വാറ്റ് ഓർ ഹോൾഡർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറച്ച് ചെറിയ എമൗണ്ടിനൊക്കെയാണ് വാറ്റ് ഓർ ഹോൾഡർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. റൂറൽ ഏരിയസിലേക്കാണ് അത് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഫസ്റ്റ് നല്ലോണം ഒന്ന് ചൂടാക്കുക 60 ഡിഗ്രിയിൽ. എന്നിട്ട് അത് 30 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം കൂൾ ചെയ്യുക. അതാണ് വാറ്റർ ഹോൾഡർ മെത്തേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ്. പേര് പോലെ തന്നെ 72 ഡിഗ്രിയിൽ തന്നെ ചൂടാക്കുക, കുറച്ച് സമയത്തിന് ശേഷം അത് കൂൾ ചെയ്യുക. അതാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ഉദ്ദേശിക്കുന്നത്. അടുത്തത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെത്തേഡും അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. അതായത് ഒരു 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക. ചൂടാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അത് കൂൾ ചെയ്യാം. പിന്നെ ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹൈ പ്രഷറും അവിടെ ഉണ്ടായിരിക്കണം. ബാക്കി രണ്ടിലും പ്രഷർ റിലേറ്റഡ് അല്ല കേട്ടോ. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മെത്തേഡും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡും. പിന്നെ ഈ പാസ്ചറൈസേഷന്റെ അതിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റുകളുണ്ട്, ഫോസ്ഫേറ്റ് ടെസ്റ്റും കോളിഫോം ടെസ്റ്റും. ഈ ഫോസ്ഫേറ്റ് ടെസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണ മിൽക്കില് ഫോസ്ഫേറ്റേസ് ആണ്. ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ആണ്. ടൈപ്പിംഗ് എറർ ആണത്. ഫോസ്ഫേറ്റേസ് കമ്പാരിറ്റീവ്ലി ഉണ്ടാവും. പക്ഷെ പാസ്ചറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻസൈം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടും ഹീറ്റ് കാരണം. അപ്പൊ അത് ഉണ്ടോന്ന് നോക്കുന്നതാണ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. അപ്പം സാധാരണ പാസ്ചറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള പാസ്ചറൈസേഷൻ ആയിരിക്കും ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കോളിഫോം ടെസ്റ്റ് ആണ്. അത് ഫീക്കൽ കണ്ടാമിനേഷനോ ബാക്ടീരിയാസോ ഉണ്ടോ നോക്കുന്നതാണ് കോളിഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫാറ്റ് കണ്ടന്റ് അനുസരിച്ച് ഒരുപാട് ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട് കേട്ടോ. ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ജസ്റ്റ്
ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല.